ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ കുടുംബബന്ധത്തിനകത്ത് മറ്റുള്ളവരെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിവും പ്രാപ്തിയുമുള്ള മാതാപിതാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണി അനുഭവിച്ചൊരു അമ്മയുടെ മകനാണ് ഞാൻ. ജനിച്ചത് കോട്ടയം ജില്ലയാണ്. 6 മാസമുള്ളപ്പോൾ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് അമ്മയും അച്ഛനും എന്നെ കൊണ്ടുവന്നു. പിന്നെ മലപ്പുറത്ത് ജില്ലയിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പുള്ളിപ്പാടം കാരച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ 340 ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ ജെയിംസ്. എൻ്റെ അമ്മയ്ക്ക് 2 മക്കളാണ്. ഞാനും എൻ്റെ അനിയത്തി ജാൻസി. ഇപ്പം നിലവിൽ കൽപ്പറ്റ വനിതാ പോലീസ് സ്റ്റേഷൻ്റെ സബ് ഇൻസ്പെക്ടർ ചാർജ് വഹിക്കുകയാണ്. ജീവിതത്തിൽ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും പിന്നിട്ട വഴികളിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കൂടെയുള്ളവനാണ് ഞാൻ. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടം ആരാ അനുഭവിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറയും, ഞാനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നവരെന്ന് പറയും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആരാണ് അനുഭവിക്കുന്നത് ചോദിച്ചാൽ അത് ഞാൻ പറയും, ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഫിലിപ്പമ്മയുടെ ഞാനാണ്. ഒരുപക്ഷെ 10 രൂപ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു 10 രൂപ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ചോദിച്ചാൽ ഫിലിപ്പിന് പൈസ കൊടുക്കരുത്, ചോദിച്ചാൽ കൊടുത്താൽ അവൻ തിരിച്ചു തരില്ല എന്ന് പറയുന്ന ഒരു സൗഹൃദങ്ങളുണ്ടായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ശമ്പളം കൊണ്ടും അമ്മയുടെ ചികിത്സയും എൻ്റെ ചെലവുകളും മറ്റെല്ലാം കഴിയുമ്പോൾ മാസ ശമ്പളം കിട്ടുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക്. ഒരുപക്ഷെ പല വാക്ക് പാലിക്കാൻ പറ്റാത്ത മാനസിക വൈകാരിക പ്രശ്നങ്ങൾ. അങ്ങനെ ജീവിതം പിന്നിട്ട വഴികളിലൂടെ യാത്ര ചെയ്ത് ആണ് ഇന്നൊരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഞാൻ സംസാരിക്കാൻ ഇവിടെ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ജീവിത അനുഭവങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ആ ജീവിത അനുഭവങ്ങളാണ് ഞാൻ വേദികളിൽ സംസാരിക്കാറുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എവിടെ ചെന്നാലും പറയും, നിങ്ങൾക്ക് എനിക്കൊരു മെമൻറ്റോ നിങ്ങൾ തരരുത്. എനിക്ക് തരികയാണെങ്കിൽ ആ മെമൻറ്റോയ്ക്ക് പകരം നിങ്ങൾ ഒരു മെമ്മറിക്കായി ഒരു പുസ്തകം സമ്മാനിക്കണം. പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന മിടുക്കി എഴുതിയ ആ കവിതാശലകത്തിൻ്റെ പുസ്തകം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവളുടെ വാക്കുകളും വരികളുമാകാം എൻ്റെ വേദികളിലെ പദസമ്പത്തായി ഞാൻ ഉയർത്തപ്പെടുക. തീർച്ചയായിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന ഇന്നത്തെ മാതാപിതാക്കളെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നേറിയ പങ്കും അമ്മമാരാണ്. പക്ഷേ അച്ഛന്മാർ വിഭവ സമാഹരണത്തിനായി തൊഴിലിടങ്ങളിലോ വിദേശത്തോ ആയിരിക്കുമെന്ന വിശ്വാസമാണ് എനിക്ക്. എന്നിരുന്നാലും 2000-ത്തോളം കുരുന്നുകൾ പഠിക്കുന്ന കലാലയത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിനും അധ്യാപകരുടെ ചില കരുതലും ഓർമ്മകളും പങ്കുവയ്ക്കുന്ന മഹത്തരമായ ഒരു ചടങ്ങിലേക്ക് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തേ നിങ്ങളുടെ അംഗബലം കുറഞ്ഞു പോയത്? ഇത് ഈ വർത്തമാന കാലഘട്ടത്തിലെ വലിയ ഒരു ആശങ്കയാണ്. ആശങ്ക പറയുന്നതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞു വെച്ച സ്ഥലത്തേക്ക് തിരികെ വരാം. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ എൻ്റെ പഠനം പൂർത്തിയാക്കിയത് മമ്പാട്, ഇന്നത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത്തെ മമ്പാട് ഹൈസ്കൂളാണ്. ഞാൻ പഠിച്ച സമയത്ത് 8-9% മാത്രം വിജയ ശതമാനമുള്ള കാർഷിക മേഖലയിൽ നിന്ന് ഏറ്റവും പട്ടിണി അനുഭവിക്കുന്ന ദരിദ്ര മേഖലയിൽ നിന്ന് കടന്നു വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സഹപാഠികളുടെ കൂടെ ഞാനും എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം 10ാം ക്ലാസ് വരെ കൊണ്ടു ചെന്നെത്തിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ബാല്യത്തിൽ റോൾ മോഡൽ ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൗമാര കാലഘട്ടത്തിലെ 10ാം ക്ലാസ് എന്ന് പറയുന്ന കടമ്പ കടക്കാൻ ഒരുപക്ഷെ ഞാൻ നന്നായി ബുദ്ധിമുട്ടി. പക്ഷെ അഭിമാനിക്കാൻ മറ്റൊന്നുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ SSLC എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് 10ാം ക്ലാസ്സിൽ ആദ്യത്തെ വർഷം തോറ്റുപോയത് ആരാന്ന് ചോദിച്ചാൽ അത് ഈ ഫിലിപ്പമാണ്. അച്ഛനെ പേടിച്ചിട്ട് നാട് വിടുന്നു. ചെന്നൈ എയർപോർട്ടിൽ, മുംബൈ ബാന്ദ്ര എയർപോർട്ടിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ കഴിഞ്ഞ 62 ദിവസത്തെ ജീവിതാനുഭവം എൻ്റെ കൂടെയുണ്ട്. ഒരു 14 വയസ്സുകാരൻ ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് എങ്ങനെ റെയിൽവേ പോലീസ് കാണാതെ അവിടുത്തെ കോൺക്രീറ്റ് ബെഞ്ചിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കാമെന്ന് പഠിച്ച 14 വയസ്സിന്റെ ജീവിതാനുഭവം എൻ്റെ കൂടെയുണ്ട്. ഒരു കുപ്പി വെള്ളം മാത്രം ഇങ്ങനെ പൊതു ടാപ്പിൽ ശേഖരിച്ച് അത് കുടിച്ച് വിശപ്പടക്കാമെന്ന് പഠിച്ച 14 വയസ്സുകാരൻ്റെ ജീവിതാനുഭവം എൻ്റെ കൂടെയുണ്ട്.
എൻ്റെ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ കൈകളിൽ പിടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വഴി നടന്നിങ്ങനെ പോകുമ്പോൾ കോൺക്രീറ്റ് തൂണുകൾക്ക് പിന്നിൽ മറഞ്ഞുകൊണ്ട് എന്തേ എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമില്ലാതെ ഞാൻ എൻ്റെ മഹാനഗരത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നോർത്ത് കരഞ്ഞൊരു 14 വയസ്സുകാരൻ്റെ ജീവിതാനുഭവം എൻ്റെ കൂടെ. രാത്രി എന്താണെന്നും സമൂഹം എന്താണെന്നും ലഹരി എന്താണെന്നും എല്ലാം തിരിച്ചറിഞ്ഞ പേടിപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ 14-15 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലുണ്ട്. അമ്മയും നാടും ഗ്രാമവും എല്ലാം ഓർമ്മ വന്നു. നാട്ടിലേക്ക് തിരികെ എത്തി. ആ വയസ്സിലാണ് ഞാൻ പഠിച്ചത്, ഒരിക്കലും അമ്മയും അച്ഛനെയും വിട്ടിട്ട് എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്ത് പരാജയത്തിലും വീട് വിട്ടിറങ്ങാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച മഹാനഗരങ്ങളാണ് മുംബൈയും ചെന്നൈയും. ശേഷം നാട്ടിലേക്ക് തിരികെ എത്തി. ശേഷം 10ാം ക്ലാസ്സിൽ SSLC ഫെയിൽഡ് ബാച്ചിൽ തുടർ പഠനം. അത്യാവശ്യം തിരക്കടില്ലാത്ത മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പാസ്സായി. മമ്പാട് MES കോളേജിൽ പ്രീ ഡിഗ്രി. അസ്വസ്ഥപ്പെടുന്ന സാമൂഹ്യ ചുറ്റുപാടുകളുള്ളതിനാൽ തന്നെ കോളേജിൽ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഗവൺമെന്റ് IT അരീക്കോടിൽ ഞാൻ പഠനം തുടർന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞെന്നും എനിക്ക് ഓർമ്മയുണ്ട്, നീ കലാലയത്തിൽ നിന്ന് ജയിച്ചാൽ ഈ ഗവൺമെന്റ് IT ഫുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞ പ്രിൻസിപ്പളും എൻ്റെ ഇൻസ്ട്രക്ടറും. അതേ ഇൻസ്ട്രക്ടറുടെ സാക്ഷിയാക്കി ഗവൺമെന്റ് IT അരീക്കോടിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഞാനവിടെ കടന്നു ചെന്നു. ജീവിതം അങ്ങനെ പിന്നിട്ട് പോയി. ശേഷം ഗവൺമെന്റ് പോളിടെക്നിക്കൽ ഡിപ്ലോമയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കണ്ണൂരിൽ തോട്ടടയിൽ ചേർന്നു. അവിടെയും വിവാദങ്ങളിൽ ഇടപിടിക്കാൻ ഞാൻ എന്നും മുന്നിലായിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ സഹവിദ്യാർത്ഥികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് മലപ്പുറം ജില്ലയിലെ 2 വിദ്യാർത്ഥികളെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്തു. അതിലൊരു ഹതഭാഗ്യൻ ഞാനായിരുന്നു. എന്നിട്ട് പുറമെ റൂം എടുത്തു. MLT എന്ന കോഴ്സ് പാസ്സായി. തുടർന്ന് കോയമ്പത്തൂർ ശ്രീരംഗ സലോയ്സ് എന്ന കമ്പനിയിൽ ജോലി, അപ്രന്റീസ്. അതിനിടയിൽ കേരള പോലീസിൽ PSC വഴി പ്രവേശനം. ആ പരീക്ഷ എഴുതാൻ വരുന്നത് നാമമാത്രമായ സ്റ്റൈഫൻഡ് കിട്ടുന്ന കോയമ്പത്തൂർ ശ്രീരംഗ സലോയ്സിൽ എന്ന് പറയുന്ന നോർത്ത് റെയിൽവേയുടെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്ന റെയിൽവേ കമ്പനിയിലാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്രന്റീസ് ജോലി ചെയ്തത്. ഇന്നും ഓർമ്മയുണ്ട്, ഒരു 240 രൂപ പോക്കറ്റിൽ വെച്ച് ഒരു നീല ജീൻസും കറുപ്പ് കോളർ കയറിയ കറുപ്പ് ടീഷർട്ടും 2 ഷൂകൾക്കടിയിൽ തേഞ്ഞ് അതിനടിയിൽ കട്ടി പേപ്പറുകൾ വെച്ച് ഒരു നരച്ച പ്ലോളത്തിൻ പാക്ക് കവറും എടുത്തുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ നേരെ പാലക്കാട് ഒറ്റപ്പാലം വഴി വളാഞ്ചേരിയിലെത്തി. വളാഞ്ചേരി ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത്തെ ഹൈസ്കൂൾ. രാത്രി മുറിയെടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് എന്നെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വന്നൊരു മാവിന്റെ ചുവട്ടിൽ കുറേ നേരം ഇരുന്ന് കൊതുകടി കൊള്ളാൻ തുടങ്ങിയപ്പോൾ സ്കൂളിനകത്ത് കയറണമെന്ന് നോക്കിയപ്പോൾ ഇളകുന്ന ഒരു ജനലിങ്ങനെ ഇരിക്കാൻ അടുത്ത് പോയി അത് ഇളക്കി മാറ്റി അകത്ത് കയറി 2 ബെഞ്ചൊക്കെ പിടിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ തട്ടുമുട്ടുമൊക്കെ കേട്ട് എഴുന്നേറ്റു. അങ്ങനെ ഓടിപ്പോയി സ്കൂളിന്റെ മുറ്റത്ത് മുഖമൊക്കെ കഴുകി. ഇന്നും ഓർമ്മയുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ട് വെളുത്ത് മെലിഞ്ഞ ഒരു ടീച്ചറാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സമ്മാനിക്കുന്നത്. എൻ്റെ 7ാമത്തെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിന്റെ കേരള പോലീസിലേക്കുള്ള 540 ഒഴിവുകൾക്ക് വേണ്ടി 2,70,70,000 പേര് പരീക്ഷ എഴുതിയ ആ എക്സാമിന്റെ മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ ഞാനിങ്ങനെ മുഖത്ത് നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പർ വായി കൈവച്ച ശേഷം ഞാൻ അതിലൊരു വരി പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നെഞ്ചത്തിങ്ങനെ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഈ പരീക്ഷയിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൽ വന്ന് എനിക്ക് പോലീസിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ശമ്പളം ഉപയോഗിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് സ്വർണത്തിന്റെ മുട്ടുകമ്മൽ പോകും. കാരണം എൻ്റെ പ്രീ ഡിഗ്രി വരെയും ജോലി കിട്ടുന്നവരെയും ഞാൻ എൻ്റെ അമ്മയുടെ കാതിൽ കമ്മലോ കഴുത്തിൽ മാലകളോ ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ അമ്മ പോവുകയാണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ച കടും മഞ്ഞ നിറത്തിലുള്ള ഒരു ഓൾഡ് ഗോൾഡിന്റെ ഒരു മാലയും കമ്മലും അമ്മ എടുക്കും, എന്നിട്ട് കാതിലിടും. പള്ളിയിലോ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന അമ്മ അപ്പം തന്നെ സോപ്പ് വെള്ളത്തിട്ട് കഴുകുന്ന ഈ ഒരു കാഴ്ചയാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് നിലനിൽക്കുന്നത്. അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് സ്വർണത്തിന്റെ ഒരു തരി കമ്മലെങ്കിലും അമ്മയ്ക്ക് വേണം. ഈ പരീക്ഷാ ഹാളിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നെന്തച്ച് വെച്ച് ഞാൻ കണ്ണു നിറഞ്ഞോട് പ്രാർത്ഥിച്ചതാണ്, ഈ എക്സാമിൽ എൻ്റെ പേര് കയറിക്കൂടിയാൽ നിശ്ചയമാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ സ്വർണ്ണ കമ്മൽ പോകും. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. നേരെ കോയമ്പത്തൂർ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ വിളിച്ച് പറഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ഏറ്റവും തീവ്രമായ 9 മാസത്തെ പരിശീലനം പൂർത്തിയാക്കി. ആ പരിശീലന സമയത്ത് ലഭിച്ച സ്റ്റൈഫൻഡ് ഒരു കൂട്ടി എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാങ്ങിയ ആ സ്വർണ്ണക്കമ്മല്
74-ാമത്തെ വയസ്സിൽ ഇപ്പോഴും എൻ്റെ അമ്മയുടെ കാതിൽ ആ സ്വർണ്ണത്തിൻ്റെ കമ്മലുണ്ട്. അമ്മ എൻ്റെ പെങ്ങള് ഞാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടറായി. അതിനുശേഷം അവൾ വരുമ്പോൾ ഇടയ്ക്കൊക്കെ പറയും 74 വയസ്സായാലേ കമ്മൽ ഊരിപ്പോകും, അമ്മയ്ക്ക് ബട്ടൺസ് ചെറുതാകുന്നുണ്ട്, ഞാൻ വലിയ കമ്മൽ തരാം, ഇത് ഊരട്ടെ എന്നൊക്കെ ചോദിച്ചാലും എൻ്റെ അമ്മ സമ്മതിക്കില്ല. അത്രമേൽ ആഴത്തിലൊരു ആത്മബന്ധം അമ്മയുടെ അകതാരിൽ എവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടും മക്കളോടും പറയാറുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ചിന്തിച്ച സർവേശ്വരൻ അത് നടത്തിത്തരും. കാരണം ഈ മഹാപ്രപഞ്ചത്തിൽ നിങ്ങളെ സർവ സൈനാധിപന്റെ അധികാരവും നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ പദവിയും അലങ്കരിച്ചു തന്നത് വേദനകളും സഹനങ്ങളും അടിച്ചമർത്തലുകളും ഓർമ്മകളും ഇല്ലായ്മകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് 9.5 മാസം ഉദരത്തിൽ ചുമന്ന് നൊന്ന് പ്രസവിച്ച നിങ്ങൾ അമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഏതൊരു മകൻ ഏതൊരു മകൾ പ്രാർത്ഥിക്കുന്നോ അവനിലേക്ക് ആ ഹിതം നടപ്പിലാക്കും. അതെല്ലാ ഇടങ്ങളിലും ഞാനത് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ. ശേഷം കേരള പോലീസിൽ 26 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ച പ്രൊഫൈല് എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് പ്രൊഫൈലാണ്. 6 മാസമായിട്ട് പുതിയ പ്രൊഫൈൽ ഉണ്ട്, അത് അഞ്ചത്ത് കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. നിലവിൽ ഞാനിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സ്വതന്ത്രനാണ്, സിവിലിയനാണ്. ഞാൻ 6 വർഷവും 4 മാസം സർവീസ് നിലനിൽക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വമേധയാ ഞാൻ രാജിവെച്ചു. VRS എടുത്ത് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പുറത്തേക്ക് പോന്നു. ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ പറയും, ഫിലിപ്പ് ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങിയ ജോലിയാണ്, ഒഴിവാക്കരുത്, ഇനി ഒരു പ്രമോഷനൊക്കെ ഉണ്ട്, നിനക്ക് ഒരു 7 വർഷം കൂടെ സർവീസില്ലേ, പോകരുത്, ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവനും എന്നെ കാണാൻ ഒരുപാട് ഇടങ്ങൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് കൺവെൻഷൻ, കോൺക്ലേവുകൾ, സെമിനാറുകൾ എല്ലാം നടത്തണമെന്ന തീവ്രമായ ഒരു ബിലീവ് മൈൻഡ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന്റെ ഇട്ടാവട്ടങ്ങളിൽ അവിടുത്തെ ലോ ആൻഡ് ഡ്യൂട്ടി മറ്റും ചെയ്യാൻ എനിക്ക് സാധിക്കാത്തൊരു മാനസികാവസ്ഥ എന്നിൽ രൂപപ്പെട്ടപ്പോഴാണ് യൂണിഫോം ഞാൻ ഊരാൻ തീരുമാനിച്ചത്. എന്നും വരുന്ന വഴിക്ക് പോലീസ് വണ്ടിയൊക്കെ കണ്ടപ്പോൾ വലിയൊരു വിങ്ങലാണ് ഹൃദയത്തിൽ. കാരണം പോലീസിനോടും ഡിപ്പാർട്ട്മെന്റിനോടും വല്ലാത്ത സ്നേഹവും വല്ലാത്ത ആദരവും എന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പോലീസിന് വെറുത്തത് കൊണ്ടോ ഡ്യൂട്ടി ഭാരം കൂടിയതുകൊണ്ടല്ലേ പോകുന്നത്. പക്ഷെ എൻ്റെ ജോഗ്രഫിക് ലൊക്കേഷൻ എനിക്ക് മറികടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരുപാട് ഇടങ്ങളിലേക്ക് പോകണമെന്ന വല്ലാത്ത ആഗ്രഹമാണ്. അപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ പറയും, ഇപ്പൊ നിനക്ക് ഏകദേശം ഒരു 90,000 രൂപ 1,00,000 രൂപയുടെ അടുത്ത് ശമ്പളം കിട്ടുന്നുണ്ട് മാസം. അതിന് കൊറോണ വന്നാലും പ്രളയം വന്നാലും ഇനിയിപ്പോൾ വന്നാലും നിനക്ക് ഡിസാസ്റ്റർ വന്നാലൊക്കെ പൈസ നിനക്ക് കിട്ടും. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയാൽ സോഷ്യൽ മീഡിയയുടെ കയ്യടികളോ മോണിറ്റേഷനോ അല്ലെങ്കിൽ നിനക്ക് വേദികളോ ഒക്കെ ഒരുപക്ഷെ എന്നും ഉണ്ടായി എന്ന് വരില്ല ഫിലിപ്പേ. അതുകൊണ്ട് പുനർവിചിന്തനം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിനകത്ത് അങ്ങനത്തെ ചിന്തയില്ല. കാരണം വായനയുടെയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള പദസമ്പത്തും ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് മാനസാന്തരപ്പെടുത്താൻ എനിക്കാവും എന്നുള്ളൊരു ബിലീവ് മൈൻഡാണ് എന്നെ സേനയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. എന്നൊരു പക്ഷേ ഇന്ന് എനിക്ക് 3 പ്രോഗ്രാമുള്ള ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മുടെ അംജത്തിന്റെ റഹ്മാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു മോർണിംഗിൽ. ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു മെഗാ ഈവന്റ് അവിടെ പങ്കെടുക്കും. നേരെ നാളെ രാത്രി തന്നെ ഇവിടെ ഞാൻ കോട്ടയത്തേക്ക് പോകും. അപ്പോൾ ഈ 3 പ്രോഗ്രാമിൽ ഇന്നത്തെ എൻ്റെ വരുമാനം ചോദിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന് മുകളിലാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വരുമാനം. അപ്പോൾ സോഷ്യൽ മീഡിയ വരുമാനം എന്ന് പറയുന്നത് മോഹിക്കാൻ കഴിയുന്നതിലപ്പുറം ദൈവഹിതം തന്നിട്ടുണ്ട്. സങ്കടം എന്ന് വെച്ചാൽ ഒരു 1.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജാണ് എന്നെ ഹാക്ക് ചെയ്ത് പോയത്. രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 200K ഫോളോവേഴ്സായി ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിൽ. ഫേസ്ബുക്കും ഹാക്ക് ചെയ്ത് പോയതാണ്. സെയിമാണ്, 1.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. വലിയ വേദനയായിരുന്നു. കുറേ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ആ വേദന മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. പറയുമ്പോൾ ഞാനൊരു എത്തിക്കൽ ഹാക്കറാണ്, പക്ഷേ എന്നേക്കാൾ വലിയ ഒരു ഹാക്കർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, എന്നെ മനസ്സിലാക്കി തന്ന നിമിഷം കൂടിയാണ്. പക്ഷേ ഫേസ്ബുക്ക് തിരക്കേടില്ല. ഏകദേശം ഒരു 600K 6 ലക്ഷത്തോളം പേരെന്നെ ഇപ്പം നിലവിൽ ഫേസ്ബുക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഈ പരിപാടിയൊക്കെ കഴിയുമ്പോൾ വാദിഹുസ്ന പബ്ലിക് സ്കൂളിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മൊബൈലിനകത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് നിങ്ങൾ എനിക്ക് തരണം. ഇത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എനിക്കിത് ആർഭാടം നയിക്കാനൊന്നുമല്ല. ഞാൻ ആകെ ഒരു ഇന്നോവ ക്രിസ്റ്റ വണ്ടി വാങ്ങിയിട്ടുണ്ട്. അതേ ഉള്ളൂ എൻ്റെ ആർഭാടം. മറ്റേ എനിക്ക് പെൻഷൻ ഇപ്പോൾ സർക്കാർ തരുന്നുണ്ട്, 45,000 രൂപ മാസം തരുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ എനിക്ക് മോണിറ്റേഷൻ കുറച്ച് നന്നായിട്ട് കൂടുതൽ കിട്ടും. ആ ഫണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല 2030 ഏകദേശം ഒരു 6 CR 6 കോടി രൂപയോളം ചെലവ് വരുന്ന
ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മലപ്പുറത്തിൻ്റെ മണ്ണിൽ എൻ്റെ അമ്മയുടെ പേരിൽ ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. പൊതുജനത്തിൻ്റെയോ മറ്റാരുടെയോ ഒരു പണം പോലും വാങ്ങാതെ സ്വന്തമായി അത് ഉണ്ടാക്കുക എന്ന വലിയ ആഗ്രഹമാണ്. അതെൻ്റെ അമ്മയുടെ പേര് വിടണം. ഒരുപാട് അമ്മമാർ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വൈകാരിക വേദന അനുഭവിക്കുന്ന അമ്മമാർ ഈ കേരളത്തിൻ്റെ മടിത്തട്ടിലുണ്ട്. അതേപോലെ ഒരുപാട് എമൗണ്ട് കൈപ്പറ്റിക്കൊണ്ട് ചികിത്സ നടത്തുന്ന പ്രൈവറ്റ് സെക്ടറുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടൊന്നും പോകാൻ പറ്റാത്ത അമ്മമാരെ തികച്ചും പ്രകൃതിപരമായ ഒരു നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു നല്ല വിശാലമായ ഒരു ഡി അഡിഷൻ റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഹോസ്പിറ്റൽ പണിയണമെന്നാണ്. ലാൻഡൊക്കെ ഫ്രീ ആയിട്ട് ഏകദേശം ഒരു 3 ഏക്കറോളം ലാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി അതിൻ്റെ പ്ലാനും പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. സോഷ്യൽ മീഡിയ മോണിറ്റേഷനും മറ്റുള്ള പ്രസംഗവേദിയിൽ നിന്ന് കിട്ടുന്ന ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് നേരിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. സോറി, 2 ദിവസമായിട്ട് സുഖമൊന്നുമില്ലായിരുന്നു. ഊട്ടിയിൽ കണ്ണൻദേവൻ്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്താണ് മൂന്നാറിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു 3 ദിവസത്തോടെ അവിടുത്തെ തണുപ്പും വെള്ളമൊക്കെ ആയിട്ട് അപ്പോൾ ഗോഡായി മാറി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിന്ന് എനിക്കിങ്ങനെ നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങളെ കാണുമ്പോൾ. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ അധ്യാപകർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെല്ലാം അവിടെ വന്നവരെ നിങ്ങൾ ഭാഗ്യം ചെയ്തവർ, വന്നവരെ നിങ്ങൾ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു, മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ മാനിക്കുന്നു. ഈ പവിത്രമായ വാദി ഹുസ്ന പബ്ലിക് സ്കൂളിനെ നിങ്ങൾ ഹൃദയത്തിലേറ്റി എന്നതിൻ്റെ വലിയ തെളിവാണ്. വരാത്തവരെ എന്തേ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല വരാൻ? ഒരുപക്ഷെ വരാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിന് ഗൗരവം, അത്രമേൽ ഗൗരവം നിങ്ങൾ കൊടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ വേദനാജനകമായ നിമിഷങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ മകനോ മകൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ ആശങ്കപ്പെടും. നിങ്ങൾ കലാലയത്തിലെ അധ്യാപകരെ ഒരുപക്ഷെ നിങ്ങൾ പഴി പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മകനും മകൾക്ക് 100% വിജയം ലഭിച്ചാൽ ഒരുപക്ഷെ ഈ വാദി ഹുസ്ന സ്കൂളിലെ അധ്യാപകരെ നിങ്ങൾ കണ്ട് നിങ്ങൾ പ്രശംസിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകരും മാതാപിതാക്കളും സ്വന്തമായി സാമ്പത്തികം കൊടുത്ത് പഠിച്ചവരല്ല കലാലയങ്ങളിൽ. ഒരുപക്ഷെ നമ്മളൊക്കെ തൊട്ടടുത്ത സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ അന്ന് നമ്മൾ പഠിച്ചതൊക്കെ സർക്കാർ സംവിധാനത്തിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തും ഇടത്തും വലത്തും മുൻപിലുമെല്ലാം നല്ല രീതിയിൽ ഇത്തരത്തിൽ മതപരമായിട്ടും ഇത്തരത്തിൽ ധാർമ്മികപരമായിട്ടൊക്കെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാനും എല്ലാം ഉതകുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഫീസൊക്കെ കൊടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ മക്കളെ ആക്കിയിരിക്കണം. അപ്പൊ അത് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടും, ഉറപ്പാണ്, സ്വാഭാവികമാണ്. പക്ഷേ കുട്ടികളുടെയും ഈ സ്കൂളിന്റെ അവസ്ഥയും ഇവിടുത്തെ ഒരു മീറ്റിങ്ങിലൊക്കെ നമ്മളെ വിളിച്ചാൽ എത്ര പേര് ഇതിനകത്ത് ഓടി വരുന്നവരുണ്ട്. 2 മണിക്ക് പറഞ്ഞാൽ 1:30 വരുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? ചില കലാലയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ത്രേസ്യ എന്ന് പറയുന്ന ഒരു അമ്മയെ കണ്ടിരുന്നു. വയനാട് ജില്ലയിൽ വൈത്തിരിയിലാണ് ഞാൻ കണ്ടത്. ആ സ്കൂളിലെ പരിപാടിക്ക് ഞങ്ങൾക്ക് ചെന്നു. ആ സമയം ഒരു പറഞ്ഞത് 3 മണിയാണ്. പക്ഷേ ഞാൻ 1 മണിക്ക് അവിടെ എത്തി. എനിക്ക് കൺഫ്യൂഷൻ വന്നത്. എനിക്ക് 2 പരിപാടി വയനാട് വേറെ പരിപാടി ഉണ്ടായിരുന്നു അമ്പലവയൽ. അപ്പോൾ കുറച്ച് നേരത്തെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഈ അമ്മ 1:30 മണിക്ക് അവിടെ സ്വാഗത പ്രഭാഷകൻ ആ അമ്മയെക്കുറിച്ച് ആ മാതാവിനെ കുറിച്ച് പറയുകയാണ്. കമ്മിറ്റി വിളിക്കുന്ന അന്ന് ഈ അമ്മ വരും, സ്കൂളിൽ വരും. എന്നിട്ട് കുട്ടികളുടെ മൂത്രപ്പുരയുടെ ഭാഗത്തൊക്കെ നടക്കും. അവിടെ ആ മൂത്രപ്പുരയൊക്കെ ഈ അമ്മ പോയിട്ട് കഴുകുമെന്ന്. സ്കൂളിൽ കഴുകാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അമ്മ അതിനുശേഷം ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയുകയാണ്, സാർ എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളാണ് ഈ സ്കൂള്. എൻ്റെ കുഞ്ഞ് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ഈ കലാലയത്തിൽ പഠിക്കുമ്പോൾ ദൈവഹിതമാണ്, അവൻ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന ക്ഷേത്രമാണ് ഈ സ്കൂള്. ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ വിളിക്കുന്ന നേരം തന്നെ ഓടി നെഞ്ചിടിപ്പോട് കൂടി ഇവിടെ വരും. കാരണം എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിലെ സകല പ്രയാണങ്ങൾക്കും മുൻപും പിൻപും നിൽക്കുന്ന ഈ കലാലയത്തിന്റെ പരിപാടിയിൽ എങ്ങനെ എനിക്ക് മാറ്റിവെക്കാൻ പറ്റും എൻ്റെ നിമിഷങ്ങളെ? അവൻ മൂത്രമൊഴിക്കുന്നിടവും ഭക്ഷണം കഴിക്കുന്നിടവും അവൻ്റെ അധ്യാപകരും ക്ലാസ് മുറികളും അവൻ്റെ അധ്യാപകർക്ക് വേണ്ടിയിട്ടൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് സാർ ഞാൻ. ഇങ്ങനെ ഇത്രയും മനോഹരമായി സംസാരിച്ച ഒരു അമ്മയെ കുറിച്ച് ഞാൻ ഇന്ന് വരെ ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. ആ മകൻ എങ്ങനെയാണ് ഐശ്വര്യം കിട്ടാതെ പോവുക? എങ്ങനെയാണ് മകനെ അധ്യാപകർക്ക് അത്രമേൽ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഞാൻ ഈ വരാത്തതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. കാരണം ഞാനിവിടെ മാഷോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഏകദേശം അബൂക്കർ സാറ് പറഞ്ഞു ഏകദേശം 2000 കുട്ടികളുടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു 2000 അധ്യാപകരുണ്ടാവും, ഉറപ്പാണ് ഞാൻ വിചാരിച്ചത്.
അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. എവിടെ പോയി മറ്റ് മാതാപിതാക്കളൊക്കെ എവിടെയാ പോയിരിക്കണേ അധ്യാപകരും. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, വിളിക്കാത്തോണ്ടോ? നല്ല സാർ, പേഴ്സണലി എല്ലാവരും ഞങ്ങൾ കോൾ ചെയ്ത് വിളിച്ചിട്ടുണ്ട്, വലിയ സങ്കടമുണ്ട്. എനിക്കും വലിയ സങ്കടം ഉണ്ടെന്ന് സാറ് പറഞ്ഞു. എനിക്ക് അതിലേറെ വലിയ സങ്കടമുണ്ട്. നോക്കി, ഈ ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഇനി നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കാലത്തിലൊന്നും ഈ മീറ്റിംഗിൽ പങ്കെടുക്കത്തില്ല, ഓൺലൈനായിരിക്കും എല്ലാം ഇനി വരുന്നത്. ഇപ്പൊ തന്നെ ഓൺലൈനായി പല സ്കൂളുകളിൽ, ആർക്കും സമയം കിട്ടില്ല. ഇപ്പൊ അടുത്ത് അമേരിക്ക വാഷിംഗ്ടൺ DC-യിൽ ഒരു മെട്രോ സ്റ്റേഷന്റെ അടുത്ത് 45 മിനിറ്റ് ഒരാൾ വയലിൻ വായിക്കുകയാണ്. ഇയാൾ 45 മിനിറ്റ് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ ഡ്രസ്സാണ്. 45 മിനിറ്റ് വയലിൻ വായിച്ചു. രാവിലെ 8 മണിക്ക് ആൾ വയലിൻ വായിച്ചിട്ട് 8:45 വയലിൻ ഈ സ്ലോ അദ്ദേഹം അവസാനിപ്പിച്ചു. അങ്ങനെ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയ്ക്കകത്ത് സെൻസസ് എടുത്തപ്പോൾ 2950 പേര് 45 മിനിറ്റ് കൊണ്ട് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് യാത്രയിലേക്ക് ഓരോരുത്തരും ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിനിടയിൽ വയലിൻ വായിക്കുന്ന വ്യക്തിക്ക് 27 പേർ പണം കൊടുത്തു, $50 കിട്ടി മൊത്തം. പക്ഷെ 7 പേര്, 2950 പേർ യാത്ര ചെയ്ത് പോയിടത്ത് 7 പേർ മാത്രം കയ്യും കെട്ടി ഈ വയലിൻ വായിക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ആ വയലിൻ ആസ്വദിച്ചുകൊണ്ട് നിന്ന 7 പേർ മാത്രം. 2950 പേരിൽ 7 പേര് മാത്രമാണ് ആ വയലിൻ വായിക്കുന്നത് ശ്രദ്ധിച്ചത്. ഇനി ഈ വയലിൻ വായിച്ച വ്യക്തി ആരാന്നറിയാമോ? ലോക പ്രശസ്തനായ ജോഷുവ ബെൽ എന്നറിയപ്പെടുന്ന സോളോ വയലിനിസ്റ്റ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഹോസ്റ്റലിൽ അദ്ദേഹത്തിന്റെ ഷോ നടത്തിയപ്പോൾ ഒരു ടിക്കറ്റ് വിറ്റത് 4.5 മണിക്കൂർ കൊണ്ട് 2500 പേര് ഇരിക്കുന്ന സ്റ്റേഡിയം കഴിഞ്ഞു. ടിക്കറ്റ് ക്ലോസ് ചെയ്തു. ഒരു ടിക്കറ്റിന് വില $200, 27,000 രൂപയുടെ. ഇനി ആ വയലിൻ വായിച്ച വ്യക്തി, ലോക പ്രശസ്തനായ ആ സോളോ വയലിനിസ്റ്റായ ജോഷോ എബന്റെ കയ്യിരിക്കുന്ന വയലിന്റെ വില $3 മില്യൺ. വാഷിംഗ്ടൺ മാഗസിന്റെ സോഷ്യൽ എക്സ്പെരിന്റെ ഭാഗമായിട്ട് മനുഷ്യന്റെ ചില തിരക്കുകളിൽ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി സോഷ്യൽ എക്സ്പെരിന്റെ ഫലമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു വാഷിംഗ്ടൺ പേസ് മാഗസിന്റെ ഒരു ഔട്ട്ലെറ്റ് ഷൂട്ടായിരുന്നു ആ ഷൂട്ട്. നോക്ക്, ഇതാണ് നമ്മൾ ചിലപ്പോ നമ്മൾ കൊടുക്കേണ്ട ചില സമയങ്ങളിൽ ചിലതിലൊന്നും നമ്മൾ മുഖ്യ പ്രയോഗം നമ്മൾ കൊടുക്കണില്ല. പലപ്പോഴും നമ്മുടെ മക്കളുടെ ഈ പരിപാടിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. വന്നാൽ എൻ്റെ ഉമ്മ പോയി, എൻ്റെ ഉപ്പ പോയിരുന്നു, കൃത്യമായിട്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയത്തിൽ വരാൻ നമ്മൾ നമുക്ക് ഇത്രമേൽ മറ്റ് പ്രവൃത്തികൾ, തിരക്കുകൾ, അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്ന അധ്യാപകർ വരാത്തവരെയൊക്കെ കൂടുതലായിട്ട് അവരോട് ആ ഖേദം കൂടെ അവരോട് രേഖപ്പെടുത്തണം. വരാത്തതിന്റെ കാരണം ഒരു പേപ്പറിൽ തന്നെ അവരുടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളും അതിനടിയിൽ അത് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറയും. അതിനൊക്കെ വിശകലനം ചെയ്യണം ക്ലാസ് മുറികളിൽ. എന്തുകൊണ്ട് വരാൻ സാധിച്ചില്ല, വരാത്തതിന്റെ കാരണം എന്താണ്, എത്രമാത്രം സത്യസന്ധത വരാൻ പറ്റാത്ത കാര്യത്തിൽ അത്തരം റിപ്പോർട്ടുകൾ ശേഖരിച്ച് അതിനെ ഒരു മീറ്റിംഗിൽ അതിനെ ഒന്ന് ഡിസ്കഷൻ നടത്തണം കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇത്തരം പരിപാടികൾക്ക് അനിവാര്യമാണ് എന്ന കാര്യം ഒന്നും മാതാപിതാക്കൾ മറന്നു പോകാൻ പാടില്ല. കാരണം സ്കൂളിലേക്ക് വിട്ടാൽ എല്ലാം തികഞ്ഞു എന്നൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല, അല്ലേ? എല്ലാം തികഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി വന്നാൽ കുട്ടിയിൽ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയ്ക്ക് സമാധാനം, ഉപ്പയ്ക്ക് സമാധാനമാണോ? അവനോട് പോയി കിട്ടിയല്ലോ. സ്കൂളില്ലാത്തൊന്നും വലിയ തലവേദന നമുക്ക് പലപ്പോഴും, അല്ലേ? സ്കൂളില്ലാത്തന്നാ നമുക്ക് തലവേദന. സ്കൂളിൽ പോയി എത്ര തലവേദന കുറഞ്ഞല്ലോ. പിന്നെ ഇവിടെ വരുമ്പോഴാണ്, അല്ലേ, ഒരുവനെ നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 60-40 കുട്ടികളെ ഒരു ക്ലാസ് ടീച്ചർ ഒരു ക്ലാസ് മുറിക്കകത്ത് അവന്റെ അറ്റൻഷൻ, ശ്രദ്ധയെ വിളിച്ചു വരുത്തി അവന്റെ എല്ലാ രീതിയിലും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മികവ് പുലർത്തി നിങ്ങൾക്ക് മുമ്പിൽ സന്തോഷം ഉണ്ടാക്കി തരണമെങ്കിൽ അത് കേവലം ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് അല്ല പ്രിയപ്പെട്ടവര്, ഒരു മഹാദൗത്യമാണ്. പലപ്പോഴും അധ്യാപകരെ കുറിച്ച് എല്ലാവരും പറയും, അധ്യാപകർക്കൊക്കെ നല്ല സുഖമാണ്, 2 മാസമൊക്കെ വെക്കേഷൻ ഉണ്ട്, അവർക്ക് ഇപ്പം എന്താ പണി, വെയിലുള്ളതുണ്ട്, മഴവെള്ളമുണ്ട്, അല്ലെങ്കിൽ നമ്മളുണ്ട്, അവർക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു ഗുരുവിന്റെ പ്രയത്നം ചില്ലറ പ്രയത്നമൊന്നുമല്ല. ഞാൻ ഈ തമിഴ്നാട് കാമരള്ളി എന്ന് പറയുന്ന ഒരു സ്കൂളിലെ അധ്യാപകനെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് ഈശ്വർ എന്നാണ്, പക്ഷെ നാട്ടുകാർ അദ്ദേഹത്തിന് പേരിട്ട് കൊടുത്തു ഭഗവാൻ ഈശ്വർ. KT ഭഗവാൻ ഈശ്വർ. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അദ്ദേഹത്തെ കുറിച്ച്. 2017 സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു അധ്യാപകനാണ്. 2017 തമിഴ്നാട് ഗവൺമെന്റ് ചിന്നരള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ ഇംഗ്ലീഷ് അധ്യാപകനെ മധുര ജില്ലയിലേക്ക് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നപ്പോൾ ഉച്ച സമയത്ത് 12:30 മണിക്ക് വിവരം പറഞ്ഞ് ആ സ്കൂളിലെ 850ഓളം കുട്ടികൾ മുറ്റത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങിയിട്ട് ഈ അധ്യാപകനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. ഈ അധ്യാപകൻ നടുക്കും ചുറ്റുവട്ടത്ത് മൊത്തം കുട്ടികളും
അങ്ങനെ ഈ വിവരങ്ങൾ പുറത്ത് കടകളിൽ അറിയുന്നു, മാതാപിതാക്കൾ അറിയുന്നു, തൊഴിലുള്ള സ്ഥലത്തൊക്കെ അപ്പന്മാരും അമ്മമാരൊക്കെ സ്കൂളിലേക്ക് എത്തുകയാണ്. സ്കൂളിൽ അങ്ങനെ ഈ അച്ഛൻ മാതാപിതാക്കളും ഈ കുട്ടികളും എല്ലാം ആർത്ത് കരയാണ്. ഈ മാഷ് ഇവിടുന്ന് വിടാൻ പറ്റില്ല, ഞങ്ങളുടെ ഈശ്വർ എന്ന് പറയുന്ന മാഷ് ഇവിടുന്ന് വിടാൻ പറ്റൂല. അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അധ്യാപകനായിരുന്നു. അദ്ദേഹം സ്കൂളിൽ വന്നപ്പോൾ അവിടെ ഏറ്റവും മദ്യത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു കലാലയമാണ്. അങ്ങനെ ആ അധ്യാപകൻ ഓരോ കുഞ്ഞിൻ്റെയും പേഴ്സണലായിട്ട് കുഞ്ഞിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ആ മനുഷ്യൻ സ്നേഹം കൊണ്ട് കടന്നു കയറി. ഓരോ കുട്ടി ഉറങ്ങുമ്പോഴും എന്തുകൊണ്ട് അവൻ ഉറങ്ങുന്നു, എന്തുകൊണ്ട് അവൻ്റെ ശരീരം മെലിഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് അവൻ പഠിത്തത്തിൽ പിറകോട്ട് പോകുന്നു, എന്തുകൊണ്ട് അവൻ അപശബ്ദം ഉണ്ടാക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ എഴുത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കുന്നത്, എന്തുകൊണ്ട് മറ്റു കുട്ടികളെ തോണ്ടുന്നു, പിച്ചുന്നു, മാന്തുന്നു, അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നു, ക്ലാസ് മുറി പിന്നാമ്പുറം ബെഞ്ച് മാത്രം അവൻ ഇഷ്ടപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഈ അധ്യാപകൻ അതിനെ കൂടുതൽ ആഴത്തിൽ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ ജീവിക്കുന്ന അവരുടെ ആവാസ ഇടങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് സൈക്കിൾ ഓടിച്ച് പോകാൻ തുടങ്ങി. അവിടെ തന്നെ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാതാപിതാക്കൾക്ക് ചെറിയ ചെറിയ സെക്ഷനുകൾ, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് രാത്രി 9-10 മണിക്ക് ഈ അധ്യാപകൻ വീട്ടിലെത്തും. അങ്ങനെ ഓരോ കുട്ടിയുടെ കൈയും കാണിച്ച് പറയും, നിങ്ങൾ ഈ കുഞ്ഞിന്റെ കൈ മദ്യപിച്ചിട്ട് നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ വളഞ്ഞിരിക്കണേ, പക്ഷെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്കത് അറിയുമോ എന്നൊക്കെ ചോദിച്ച് ഈ മനുഷ്യൻ എല്ലാ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയപ്പോൾ ഒരു വലിയ മാറ്റമുണ്ടാക്കിയ അധ്യാപകനാണ് ഈ KT ഈശ്വർ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് അധ്യാപകൻ. ആ അധ്യാപകന് ട്രാൻസ്ഫോർമർ വന്നപ്പോഴാണ് കുട്ടികളെല്ലാം ആർത്ത് കരഞ്ഞത്. എന്ത് വാദ്യാർ എന്റെ സ്കൂളിലെല്ലാം நான் இங்கே இருக்கவே மாட்டேன், நான் சாப்பிட மாட்டேன், நீங்க போகக்கூடாது, நீங்க தான் எங்களுக்கு பெருமைப்பட்டாൾ. ഇങ്ങനെ വ്യത്യസ്തമായ കരച്ചിലുകൾ, കൂട്ടക്കരച്ചിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി സൺ TV. അതായത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വാദ്യാർ വേല പിടിക്കുമോ ഇല്ലേ, എவ்வளோ உங்களுக்கு ஃபேஷன் அந்த வாத்தியார் டீச்சிங் வேலை அவ்வளோமே ஃபேஷனா ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ஆனா காலையில 10 மணி வரை இருந்து சாயந்தரம் 5 o'clock 5 மணி வரைக்கும் தான் எனக்கு உண்மையான ടീച്ചിങ് വേല. എൻ്റെ അധ്യാപകന്റെ ജോലി 5 മണി വരെയാണ്. அதுக்கு எனக்கு அரசாங்கம் பணம் கொடுக்குது, എനിക്ക് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ஆனா உண்மையான டீச்சிங் வேலைன்னா சாயந்தரம் 5 மணிக்கு அப்புறம் தான் எனக்கு வேலை ஸ்டார்ட் பண்றது. 5 മണിക്ക് ശേഷം എൻ്റെ ജോലി തുടങ്ങുന്നേ. അതിലാണ് ഞാൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം കണ്ടെത്തുന്നത്. ഇവരെല്ലാം ഈ കലാലയത്തിലെ മക്കളൊക്കെ എൻ്റെ മക്കളാണ്. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറില്ല, അദ്ദേഹം പറയാണ്, കഴിക്കാറില്ല. കാരണം എൻ്റെ ഈ കലാലയത്തിലെ പല കുഞ്ഞുങ്ങളും വിശന്നിട്ടാണ് ഇരിക്കാറുള്ളത്. അവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാത്ത മക്കളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് എന്നാണ് ആ അധ്യാപകൻ സൺ ടിവിയുടെ ഇന്റർവ്യൂവിൽ പറയണം. ആ മനുഷ്യന്റെ കുട്ടികൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചതുകൊണ്ട് ഈ വാർത്ത അങ്ങ് സമൂഹ മാധ്യമങ്ങളുടെ ഇടങ്ങളിലേക്ക് ഇരച്ചു കയറി. അങ്ങനെ തമിഴ്നാട് ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. KT ഈശ്വർ എന്ന് പറയുന്ന ഈ അധ്യാപകനെ മധുര കാമരള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എന്നാണോ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് അന്ന് മാത്രമേ ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അത്രയും കാലം ഈ സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രത്യേക സർക്കുലർ പോലും സർക്കാർ പുറപ്പെടുവിച്ചു. ഞാനിത് പറയാൻ കാരണം ആ അധ്യാപകരോട് മാതാപിതാക്കൾ കാണിച്ച പ്രതിപ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടും അദ്ദേഹത്തോട് ഇടപഴകി നിന്നതുകൊണ്ടാണ് അധ്യാപകർ അത്രമേൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഇതിന്റെ ഔട്ട്കം സ്റ്റോറി ഞാൻ പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മൾ അത്തരത്തിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ അധ്യാപകരുടെ ഇടങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹനവും കൊണ്ട് കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വന്നിരിക്കുന്ന മാതാപിതാക്കളൊക്കെ നിങ്ങളെല്ലാം സന്തോഷമുള്ളവരാണോ? എനിക്ക് നല്ലൊരു കയ്യടി തരാമോ? നിങ്ങൾ എല്ലാവരും കൂടെ കയ്യടി തരാൻ വലിയ സന്തോഷം. താങ്ക് യു. ഞാൻ എന്തിനാ അത് കയ്യടി തരട്ടെ ചോദിച്ചെന്നറിയാമോ? നിങ്ങളെ മുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി PT ഉഷ സാഫ് ഗെയിംസിൽ ഓടാൻ നിൽക്കണമല്ലോ നിങ്ങൾ നിൽക്കണത്. എന്തൊക്കെയോ മുഖത്ത്. ഞാൻ നിങ്ങളെ ഉപദേശമൊന്നും അല്ല കേട്ടോ, ഉപദേശമൊന്നും അല്ല. നിങ്ങളെല്ലാം നല്ലവരാ, നല്ല മനസ്സുള്ളവരാ. അപ്പോൾ നമ്മളെല്ലാം സന്തോഷം അനുഭവിക്കാനാണല്ലോ ഇല്ലേ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്. ആ സന്തോഷത്തിന് അത്ര ഭംഗി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്കൊക്കെ സങ്കടം വരില്ലേ? നമ്മളെ മകനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ പോക്കറ്റ് ഒരു ദിവസം തുണി അലക്കാൻ എടുത്തപ്പോൾ ഉമ്മ അതിന്റെ പോക്കറ്റ് കൈയിട്ട് എന്തോ തടയുന്ന കണ്ട് കൈയിട്ട പനാത്തിരിക്കുന്ന ഒരു ഹാൻഡ്സിന്റെ കവർ ഇരിക്കുന്നു മകന്റെ പോക്കറ്റില്. തകർന്നു പോകൂലേ പ്രിയപ്പെട്ട സഹോദരി? നിന്റെ സങ്കടങ്ങൾ കാണാൻ നീ അല്ലാതെ ഈ ലോകത്ത് ആരാ ഉണ്ടാകുക? നിന്റെ മകൻ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിലും നല്ല A+ വാങ്ങി ജയിച്ചാല് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിലും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ കൊടുവള്ളിയിൽ അങ്ങാടിയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ വരൂലേ? വാദിഹുസ്സനാൻ സ്കൂളിൽ വെച്ച് SLCക്ക് മുഴുവൻ വിഷയം A+ കിട്ടി എന്ന് പറഞ്ഞ ഫ്ലെക്സ് വരൂലേ? ആ സന്തോഷം പങ്കിടാൻ നിങ്ങളും ഉണ്ടാവും, കൂട്ടുകാരും ഉണ്ടാവും, സ്കൂളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഈ കലാലയത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ മകൻ പരീക്ഷയിൽ തോറ്റുപോയാൽ ആ 10ാം ക്ലാസ്സുകാരുടെ ഹൃദയാന്തരങ്ങളിൽ വരുന്ന സങ്കടം എത്രയാണെന്നറിയാമോ?
ആ സംഘടനകൾക്ക് ഉത്തരവാദി ശരിക്കാരാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മക്കളിൽ പലരും നിങ്ങളുടെ ഒരുപക്ഷെ തോറ്റൊരു കുട്ടിയുടെ ആ തോൽവിക്ക് ഉത്തരവാദിയാണ്. മക്കളോട് എപ്പോഴും പറയണം, അടുത്തിരിക്കുന്നവൻ പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാൻ കാണിക്കുന്ന ശ്രദ്ധയാണ് എന്റെ മകന്റെ മുഴുവൻ A+. ഒരുത്തൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ മോൻ, ഉമ്മാന്റെ കുട്ടി ഓർക്കണം, ക്ലാസ് മുറിക്കകത്ത് നിന്റെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി തലകുനിച്ചിരുന്നോലോ എഴുതാതിരുന്നോലോ ശ്രദ്ധിക്കാതിരുന്നോലോ അവന്റെ ശരീരത്തെ തൊട്ട് ശ്രദ്ധ അധ്യാപനത്തിലേക്ക് കൊടുക്കാൻ ഉമ്മാന്റെ കുട്ടിക്ക് അമ്മയുടെ കുട്ടിക്ക് കഴിവുണ്ടാവണം. അവിടെയാണ് നിന്റെ പഠനത്തിന് മികവ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. അല്ല നിങ്ങളുടെ മകൾ മുഴുവൻ A+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൻ പഠിച്ച ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടി പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന് അത്ര വലിയ പ്രകാശമുണ്ടാവില്ല. ആ പരാജയപ്പെട്ട കുട്ടിയുടെ ഉത്തരവാദിത്തം അധ്യാപകർക്ക് മാത്രമല്ല. ആ പരാജയപ്പെട്ട കുട്ടിയുടെ പരാജയത്തിന്റെ പിന്നിലുള്ള ആ ഒരു ഹിതത്തിന് അധ്യാപകർ മാത്രമല്ല റെസ്പോൺസിബിലിറ്റി. ആ ക്ലാസ്സിൽ അവന്റെ അടുത്തിരുന്ന നിങ്ങളുടെ മകൾ ഉത്തരവാദിയാണ്. ഞാൻ ഈ ടീച്ചറുണ്ട് എന്നെ പഠിപ്പിച്ച 10ാം ക്ലാസ്സിൽ. എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞു, ഫിലിപ്പ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുക, നീ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യും. ആ 10ാം ക്ലാസ്സിൽ ഇനി അവനെ ഇരുത്തണ്ടെന്നാ പറഞ്ഞ PTA കമ്മിറ്റി. ഓനെ പുറത്താക്കാൻ പറഞ്ഞിരിക്കുക PTA കമ്മിറ്റി. ഓനെ പുറത്താക്കാൻ തോന്നണമില്ല ഫിലിപ്പെ. അവനെ കണ്ട പാവം തോന്നും ചെയ്യും. അവൻ എന്ത് പറഞ്ഞാലും മുഖത്ത് നോക്കി ഇങ്ങനെ നോക്കും. ഒരു സങ്കടവും ഇല്ല, പശ്ചാത്താപവും ഇല്ല, ഒന്നും ഓനില്ല. കുരുത്തക്കേടിന്റെ ഒരു മരാണ്. എന്നാ പഠിക്കും അതുമില്ല, എന്നാ മറ്റു കുട്ടികളെ പഠിപ്പിക്കും അതുമില്ല. ഈ പെൺകുട്ടികളെ ചോറ് കട്ട് തിന്നത് എങ്ങനെ കട്ടുന്നത് ആർക്കും അറിയില്ല. ഇപ്പൊ തന്നെ എടുക്കുകയും ചെയ്യും. അതിനൊക്കെ വലിയ ബിരുദനാണ് അവൻ. ഞാനിങ്ങനെ ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി ഓടിപ്പോയിട്ട് ടെസ്റ്റ് എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടും. പിന്നെ വണ്ടി വരവൻ കഴിയിട്ടുണ്ട് ടീച്ചർമാരുടെ സ്കൂട്ടറൊക്കെ. ഇതൊക്കെ ഒരു ഹോബിയാണ്. യൂത്ത് ഫെസ്റ്റിവലിന് കട്ടനൊക്കെ പോയിട്ട് സ്റ്റോക്ക് റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് കട്ടൻ കെട്ടിയിട്ട് ഷൂൾ ഇട്ടിട്ട് അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും നീക്കൂല, ഭക്ഷണം പോലും വേണ്ട. ആ കട്ടന്റെ കയറോൻ ആർക്കും കൊടുക്കൂല. മറ്റു കുട്ടിക്ക് ഓൻ തന്നെ വലിക്കും പൊക്കും. വേറെ ആരോ വലിച്ചാലോ പോയി അത് കുരുക്ക് വീഴും, അത് വലിയ ഇതാവും. ഓൻ അതിനെല്ലാം കറക്റ്റ് ചെയ്യും. ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വിളിക്കുമ്പോൾ ഓൻ പറയണത്, ഞാൻ സ്ലിം ബ്യൂട്ടി ആകാനാ ടീച്ചറെ എന്ന് പറയുന്നത്. സ്ലിം ബ്യൂട്ടി. ടീച്ചർ പറഞ്ഞു, നീ സ്ലിം ബ്യൂട്ടി ആകാനോടാണ്, നീ ബ്യൂട്ടി ആകാനാണോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ അതെ എന്നൊക്കെ പറഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ ആക്കും. ഓനെ സങ്കടം വന്ന കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബലം പിടിച്ചിട്ട് പിടുത്തണ്ടോ ഓന്. ഇതാ അവന്റെ പരിപാടി, സ്ഥിരം പരിപാടി. ഉമ്മ ഇന്ന് വരെ സ്കൂളിലേക്ക് ഉമ്മ വന്നിട്ടില്ല. ഉപ്പനെ അങ്ങനെ ടീച്ചർ പറഞ്ഞു, ഇവനെ ഇന്ന് വരെ ഇവന്റെ ഉമ്മയും ഉപ്പയും സ്കൂളിൽ വന്നിട്ടില്ല. ആ ഫിലിപ്പ് സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ ഒന്ന് പോയിട്ട് ഉമ്മനെയും ഓനെയൊക്കെ കൂടി ഇരുത്തി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണമെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിലമ്പൂർ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ടീച്ചറെ വിളിച്ചു. ഞാൻ വടവർക്കെത്തി, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു, അറിഞ്ഞു. അങ്ങനെ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം അപ്പോൾ ടീച്ചർ പറഞ്ഞു, മൈസൂർ കല്യാണം നടത്തിയ വീട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തരും. അങ്ങനെ അവിടെ അറിയപ്പെടുക. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഞാനുണ്ട്, മഹേഷുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ട്. അവിടെ ഞങ്ങൾ ചോദിച്ചു, മൈസൂർ കല്യാണം നടന്ന ആളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സാറേ ഇങ്ങനെ വണ്ടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വണ്ടി നിൽക്കും, പിന്നെ ഒരു കോറിയാണ്, പിന്നെ അവിടെ നടക്കണം, കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ നടന്ന് റൈറ്റ് സൈഡിൽ കോറിയുടെ സൈഡാണ്, ഒരു പ്രവർത്തനമൊന്നും ഇല്ലാത്തൊരു പഴയ കോറിയാണ്, വെള്ളമൊക്കെ കെട്ടിക്കിടക്കേണ്ട സൈഡിലൂടെ അങ്ങനെ പോകണം. ചെറിയ വഴിയാണ്. സൈഡിലൂടെ പോയി പിന്നെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ട് ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്തിരുന്ന് 2 പെൺകുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ രണ്ടിനെയും കണ്ട് ഒരേപോലെ ഫോട്ടോസ്റ്റാറ്റ് നോക്കുമ്പോൾ 2 പേരും ടിൻസാണ്, ഇരട്ടകളാണ്. അപ്പൊ ഞങ്ങൾ അടുത്തെത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരുമില്ല. അപ്പൊ നിങ്ങൾ എഴുന്നേറ്റിട്ട് 2 കുട്ടികളും പെറ്റിക്കോട്ടിൽ കൈയൊക്കെ തുടച്ചിട്ട് ഞങ്ങൾ മുഖത്തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഇടയിൽ ഞങ്ങൾ ചോദിച്ചു, പേര് ഞാൻ പറയുന്നില്ല, ഇന്നാളുടെ വീടല്ലേ ചോദിച്ചു. 2 ആളും ഇങ്ങനെ തലയണ്ടാട്ടി കണ്ണൊക്കെ ഉരുട്ടിയിട്ടു. എന്നിട്ട് താഴോട്ട് വലിയൊരു കുഴിയാണ്. ആ താഴെ കുഴിയെ നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയാണ്, കാക്കോ ധാരോ കാണാൻ വന്നിക്കണ. എന്നിട്ട് ഒന്നും മിണ്ടല്ല. പിന്നെ 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഞങ്ങളെ നോക്കുക. ഇങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ കേൾക്കുക. അതിൻ്റെ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ വല്ലാത്തൊരു കൗതുകവും സന്തോഷവും സങ്കടമൊക്കെ തോന്നുന്ന ആ രൂപമൊക്കെ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും മറ്റോളെ ഏറ്റുപിടിച്ചിട്ട് കാക്കോ കാണാൻ വന്നിക്കണ. അപ്പൊ താഴേന്നൊരച്ച ഊരൊച്ച പോഴേന്ന് കേൾക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് കിതച്ചിട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. മുട്ടിയൊക്കെ കണ്ട് പടന്ന് കുഞ്ഞു മുഖം,
നല്ല വെളുത്ത് മെലിഞ്ഞ് മെലിഞ്ഞ പെൻസിൽ പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവനൊരു സ്ലിം ബ്യൂട്ടിയാ. ടീച്ചർ പറഞ്ഞ് കറക്റ്റാണ്. കണ്ടാല് മുടിയൊക്കെ കുറച്ചുണ്ട്, പെൺകുട്ടിയെ പോലെ മുടിയൊക്കെയാണ് വലുതാക്കി. കണ്ടവൻ മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഒരു ആ മുണ്ട് മടക്കുത്തം കൊണ്ട് അഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി തല താത്തിയിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ മേത്ത് മുഴുവനും കറുത്ത കുത്തുകളാണ്. ഞങ്ങൾ ചോദിച്ചു വീട് ഏതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു താഴെയാന്ന് പറഞ്ഞ ചെറിയ കുട്ടി കൈ കാണിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതാണോ വീടെന്ന് ചോദിച്ചു. അതാണെന്ന് ചോദിക്കപ്പോൾ അപ്പോഴും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് രണ്ട് കുട്ടികളും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 50 മീറ്റർ ദൂരമുണ്ട് താഴേക്ക്, ഒറ്റ ഓട്ട താഴേക്ക് ഓടിപ്പോയിട്ട് ആ ചുമരുമ പോയി ഒറ്റ കൈവക്കലുണ്ട്. ഈ ചുമര് മൊത്തം അടയാളമുണ്ട്, ഇങ്ങനെ ഓടി വന്ന് കൈവക്കട കണ്ടാണ്. ഞങ്ങൾ ശ്രദ്ധിച്ച് ഞാനും മഹേഷ് ഇറങ്ങി വീടിന്റെ ആ മുറ്റത്ത് പോയിട്ട് നിന്നു. ഇങ്ങനെ ഇപ്പൊ തൊട്ട് പുറകിലുണ്ട്. അപ്പണ്ട് ഈ വാതില് മാറ്റിയിട്ട്, വാതിൽ എന്താണെന്നറിയാം, വലിയൊരു സാരിയാണ് വാതില്, ഒരു നീളമുള്ള സാരിയാ വീടിന്റെ വാതില്. അടിയിലൊരു പട്ടിയ കഷ്ടുണ്ട് ഇങ്ങനെ. എന്നിട്ട് ഈ വീടിനകത്തുനിന്ന് മെലിഞ്ഞ ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് ഈ കമ്പെടുത്ത് ഇങ്ങനെയാണ് ചുറ്റിയിട്ട് ഈ ഹോളോ ബ്രസിന്റെ ഇടയിലോട്ട് വെച്ചു. കയറിയിരിക്കും സാറേ എന്ന് പറഞ്ഞു. ഒരു തലയിൽ ഒരു നരച്ച് കീറിയ ഒരു തട്ടം ഇട്ടിട്ടുണ്ട്, കയറിയിരിക്കാൻ പറഞ്ഞു. ആ തട്ടം കൊണ്ട് ഈ 2 സ്റ്റൂളുണ്ട് തുടച്ചു. ഞാനും മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്റ്റൂളിൽ ഞങ്ങൾ ഇരുന്നു. മഹേഷ് അറിയാതെ പറഞ്ഞു ഫാൻ എന്നിടുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഫാന് കറങ്ങൂല. അപ്പൊ ഞങ്ങൾ ഫാനിൽ നോക്കിയ ഫാനിന്റെ ഇതിലെല്ലാം ഇങ്ങനെ തക്കാളി, ചോറ്, പരിപ്പ് ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, കറികളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ജനലുകളൊക്കെ നോക്കി ഒറ്റ ജനൽ ചില്ലുകളും ഇല്ല. അതിന്റെ 2 കുഞ്ഞുങ്ങൾ ഇറങ്ങി ഓടി. ഈ ഉമ്മയെന്തോ പറഞ്ഞിട്ട് കുറച്ച് 2 മക്കളും ഇങ്ങനെ വരുന്നുണ്ട്. കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാ വരുന്നത്, ഇങ്ങനെ സങ്കടത്തിലേക്ക്. ഞങ്ങളുടെ ഇടയിൽ കൂടെ മുറിക്കകത്തോട്ട് പോയി എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ച് വീണ്ടും കുട്ടികൾ ഇറങ്ങി ഓടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഉമ്മ അങ്ങോട്ട് വരൂ, നമുക്ക് സംസാരിക്കാൻ വരുമോ. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ മോളൂന്ന് ഒച്ചയിട്ടിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ കുറച്ച് സന്തോഷമല്ല. മുന്നേ വരുന്നവളുടെ മൂക്കും ചുണ്ടിലെല്ലാം പഞ്ചസാരയുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയാ വരുന്നത്. ഇങ്ങനെ പുറകിലുള്ള ആൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, പൊതിഞ്ഞു പിടിച്ച് ചെറിയൊരു കടലാസ്. ഞങ്ങൾക്ക് തരാനുള്ള 2 ഗ്ലാസ് കട്ടൻ ചായക്ക് ആദ്യം പോയ വീട്ടിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കുറച്ചുകൂടെ എവിടെയോ ഓടിപ്പോയി. എത്രയോ വേഗത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ ഓടിയെന്നറിയാം. 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് ഇന്നും ആ നാവിലെ രുചിയുണ്ട്. ആ ചൂട് 2 സ്റ്റീൽ ഗ്ലാസ്സിൽ തന്ന കട്ടൻ ചായ ഇന്നും ജീവിതത്തിൽ ഒരു വലിയ ഹോട്ടലിൽ പോയിട്ട് കയറിയിട്ടും ഇത്ര രുചിയുള്ള ചായ ഞങ്ങൾ കുടിച്ചിട്ടില്ല. അങ്ങനെ വരാൻ പറഞ്ഞ് അവരൊന്ന് അടുത്ത് നിന്നു. നോക്കുമ്പോൾ ഇവർ 2 കാതും ഇവരുടെ കമ്മലില്ല, പറിച്ചെടുത്തൊക്കെ ഇങ്ങനെ ഓട്ടയാണ്. താഴേക്ക് 2 കീറലാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സങ്കടങ്ങളുടെ കഥയാണ് ആ കുടുംബത്തെ സംഭവിച്ചത്. കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങ് മൈസൂരിലേക്കാണ്. ആ വിവാഹത്തിൽ 2 മക്കളാണ്. ഒരുത്തനാണ് ടീച്ചർ പറഞ്ഞ കുരുത്തം കെട്ടവനായ ഈ മകൻ, ഒരു പെൺകുട്ടി 18 വയസ്സായപ്പോൾ മൂത്താണ് പെൺകുട്ടി, ഒരാളുടെ കൂടെ പെൺകുട്ടി പോയി. അങ്ങനെ രണ്ടാമത് ഇവരെ കല്യാണം കഴിച്ചത് തമിഴ്നാട് നാടുകാണിയിലെ ഒരു തേയില എസ്റ്റേറ്റിലേക്കാണ് കല്യാണം കഴിച്ചത്. അതിലുണ്ടായ 2 പെൺകുഞ്ഞുങ്ങളാണ് ട്വിൻസ് കുട്ടി, ഇരട്ട കുട്ടികൾ. ശനിയാഴ്ച ദിവസം ഇദ്ദേഹം തോട്ടത്തിൽ നിന്ന് ചിലവേശൊക്കെ വാങ്ങി വഴിക്കട തൊട്ട് കള്ളു കുടിച്ച് 8-9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അങ്ങനെ ഈ പറയുന്ന നമ്മളീ പറഞ്ഞ കുരുത്തം കെട്ടവനെ കിടത്തി ഉറക്കാതെ വീട് മൊത്തം ഇട്ട് ഓടിക്കും. അവന്റെ 2 കൈയിലെ വിരലുകളും ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും നിൽക്കണം. അവന്റെ മേല് മുഴുവനും ഈ കോട്ടിരുമ തോട്ടത്തിലെ റബ്ബർ തോട്ടത്തിലെ കോട്ടിരുമ എന്ന് പറഞ്ഞ ചെണ്ടുണ്ട്, ഇതുണ്ട്. ആ പ്രാണി ഊച്ച പാടുകളാ കണ്ണും മൂത്ത് മുഴുവനും. ശനിയും ഞായറും അവൻ കിടന്നുറങ്ങുന്നത് വീടിന്റെ തൊട്ട് പുറകു സൈഡിലുള്ള ഒരു കോഴിക്കോടിന്റെ സൈഡിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. ഈ മനുഷ്യൻ ഉറങ്ങിയെന്നറിയുമ്പോൾ അവൻ അകത്ത് വരുവുള്ളൂ. ഞങ്ങൾ അടുക്കളയൊക്കെ നോക്കി ഇന്നും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ജീവിതത്തിൽ. അടുക്കളയിൽ ആകെയുള്ള 4 ഭരണിയാണ്. അതിൽ ഉപ്പ് കണ്ട്, ചുമന്ന മുളക് പൊടിയും കണ്ട്, മല്ലിപ്പൊടിയും കണ്ട്, പിന്നെ ഒരു ചീനച്ചട്ടി ഉണ്ട്. അതിന് പിടിയില്ല. അതിനെ തുറന്ന് വെറുതെ നോക്കിയപ്പോൾ കുറേ വെളുത്ത കഷ്ണങ്ങൾ കണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ അത് കർമൂസയാണോ? കർമൂസ. നീളമുള്ള ഉണക്കമുളകുണ്ട് അതിനകത്ത്. ഒരു കഞ്ഞിക്കലത്തിൽ വെന്ത കുറച്ച് ചോറുമുണ്ട്. 2 പായയുണ്ട്. അതുപോലെ തന്നെ ഒരു കാലില്ലാത്ത ഒരു മേശയും ആ മുറിക്കകത്ത് കണ്ടു.
ഇരിക്കാൻ ഒരു ടേബിളോ ഒരുപക്ഷെ നല്ലൊരു ബെഞ്ചോ സ്റ്റൂളോ ഒന്നുമില്ലാതെ, ആ വീട്ടിനകത്തുനിന്ന് ഒരു ഗ്ലാസ് മധുരമിട്ട് ചായ കുടിക്കാൻ പോലും അവസരമില്ലാതെ, ആ വീടിനകത്തുനിന്ന് ഒരു സോപ്പിട്ട് കുളിക്കാൻ പോലും അവസരമില്ലാതെ, സങ്കടങ്ങളും ചേർത്ത് പിടിക്കേണ്ടവന്റെ പീഡനങ്ങളും സഹിച്ചുകൊണ്ട്, രണ്ടാഴ്ച പീഡനം സഹിച്ചുകൊണ്ട്, വിശപ്പുകളെ എല്ലാം ഉള്ളിലൊതുക്കി 4 കിലോമീറ്റർ നടന്ന് മമ്പാട് ഹൈസ്കൂളിന്റെ 10C ക്ലാസിന്റെ പിന്നാമ്പുറം ബെഞ്ചിലിരുന്ന് താളം കൊട്ടുന്നവന്റെ പേരാണ് കുരുത്തം കെട്ടവൻ, തലതെറിച്ചവൻ, താന്തോന്നി, അധിക പ്രസംഗം. 10ാം ക്ലാസ്സിൽ 2021 10ാം ക്ലാസ്സിന്റെ SSLC പരീക്ഷയിൽ അവന്റെ പേര് ഫ്ലെക്സിൽ വന്നില്ല, തോറ്റുപോയി. ആരാ കാരണം? ഹൂ ടേക്ക് റെസ്പോൺസിബിലിറ്റി? ആരാണ് അവന്റെ തോൽവിക്ക് പിന്നിലെ ഉത്തരവാദി? ആരാണ്? ഒരുപക്ഷെ അവന്റെ ക്ലാസ്സിനകത്ത് ഒപ്പം ഇരുന്ന കൂട്ടുകാർ, അവന്റെ സങ്കടങ്ങളെ അറിയാതെ പോയ ഒരുപക്ഷെ നമ്മുടെ മക്കൾ, ഒരുപക്ഷെ നോട്ട്ബുക്കിൽ എഴുതാൻ സാഹചര്യമില്ലാതെ ഒരിക്കൽ പോലും അവന്റെ വീട് കാണാത്ത നമ്മുടെ മക്കൾ, അവരെല്ലാമാണ് അവന്റെ തോൽവിക്ക് ഉത്തരവാദി. പ്രിയപ്പെട്ടവര്, പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്ന ചില കുരുത്തം കെട്ടവന്മാർ, തലതെറിച്ചവന്മാർ, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്തവന്മാർ, അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ മാനസിക വൈകാരിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഒരുപക്ഷെ ഗാർഹിക അന്തരീക്ഷം അത്ര അനുയോജ്യമാകും. അവിടെയാണ് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കണവന്റെ കൂടെ മാത്രം നീ കൂട്ടുകൂടണം എന്നല്ല പറയേണ്ടത്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കാത്തൊരു കുഞ്ഞിന്റെ കൂടെ നീ തോട് കൈയിടണം, അവനെ നീ പഠിപ്പിക്കണം, എഴുതാൻ പഠിപ്പിക്കണം, നീ നോട്ട് കൊടുക്കണം. അവന്റെ ശ്രദ്ധയെ മാഷ് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തമാശയോ അപശബ്ദങ്ങളോ പറഞ്ഞ മോനെ മോളെ ശ്രദ്ധിക്കാൻ പറയണം. ഒരുപക്ഷെ നിന്റെ ഒരു കരുതൽ കൊണ്ടാവും അവൻ ഒരു മാർക്ക് കൂടുതൽ ലഭിക്കുക. ആ ഒരു മാർക്ക് കൂടുതൽ ലഭിച്ചാൽ എൻ്റെ മോൾക്ക് മോനാണ് അതിൻ്റെ ദൈവഹിതം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊക്കെ സാധിക്കണം. പ്രിയപ്പെട്ടവര്, പലപ്പോഴും നമ്മളൊക്കെ മാതാപിതാക്കൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? നമ്മുടെ മകന് മുഴുവൻ A+ കിട്ടണം 10ാം ക്ലാസ്സിൽ, നമ്മുടെ മകന് +2 190 മാർക്ക് കിട്ടണം, നീറ്റ് എക്സാമിനകത്ത് റാങ്ക് ലിസ്റ്റിൽ പേര് വരണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അവനൊരു പെണ്ണ് വേണം, ഓളും ഡോക്ടർ ആകണം, അല്ലെങ്കിൽ അവൻ എഞ്ചിനീയർ ആണെങ്കിൽ അവൾക്കൊരു ചെക്കമാണോ ഓന് എഞ്ചിനീയർ ആവണം. ഇതാ നമ്മുടെയൊക്കെ ശരാശരി ഇന്നത്തെ ചിന്ത. നമ്മളെല്ലാം ഇന്ന് വീടിന് മതിലൊക്കെ വെച്ച് CCTV ഉണ്ട്, നമുക്ക് അത്യാവശ്യം വരുമാനമുണ്ട്, വിദേശത്ത് നിന്നൊക്കെ പൈസയൊക്കെ നമുക്ക് കിട്ടും. നമ്മളെല്ലാം നമ്മൾക്കൊന്നും അയൽവാസിയെ കൊണ്ട് ആവശ്യമില്ല, നമ്മളെ കൊണ്ട് അയൽവാസിക്കും ആവശ്യമില്ല. അങ്ങനെ നമ്മളെല്ലാം നമ്മളിലേക്ക് ഒതുങ്ങിപ്പോയി. ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് ഞാൻ എൻ്റെ ചെറുപ്പമൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. എത്രയോ വട്ടം അമ്മേനെ പറഞ്ഞു വിട്ടിട്ട് സുഭദ്രച്ചിയുടെ വീട്ടിൽ പോയിട്ട് 2 തക്കാളി, പച്ചമുളക്, പഞ്ചസാര, കാപ്പിപ്പൊടി, അരി, 3 ഗ്ലാസ് അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകായിരുന്നു. ഇന്ന് ആരെങ്കിലും കൊടുക്കൽ വാങ്ങലുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അമ്മമാർ അരി വാങ്ങാറുണ്ട് ഇപ്പോൾ വന്നിട്ട്? നിങ്ങൾ അയൽപക്കത്ത് നിന്ന് പഞ്ചസാര, 2 മുളക്, 3 തക്കാളിയൊക്കെ നിങ്ങളിപ്പോൾ വാങ്ങാറുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇന്ന് നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അന്ന് നമ്മൾ ഓടിപ്പോകാൻ നമുക്ക് അടുത്ത വീടിന് മതിലൊക്കെ ഒന്നും ഇല്ല. എന്തല്ല, നിങ്ങൾ എല്ലാ വീട്ടിൽ നിൽക്കുന്ന മതിലുണ്ട്, പുറത്തെ CCTV ഉണ്ട്. ഇന്ന് നമ്മുടെ ഈ CCTV ഉണ്ടെങ്കിലും നമ്മുടെ വീടിനകത്ത് എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മുടെ വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മൾ പോകുന്ന മക്കൾ പോകുന്ന വഴികൾ, അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവർ പോകുന്ന കളിയിടങ്ങൾ, അവർ പോകുന്ന കൂട്ടുകെട്ടുകൾ, അവർ പങ്കെടുക്കുന്ന മ്യൂസിക് ഇവന്റുകൾ, DJ പാർട്ടികൾ ഒന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുരക്ഷിതത്വം നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല. അത് നമ്മൾ മറന്നു പോകരുത്. ഒരു സുരക്ഷിതത്വം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല, അത് മറന്നു പോകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട് വലിയ വീടൊക്കെ ആയിരിക്കും, ഒരുപക്ഷെ ഇവിടെ CCTV ഉണ്ടാവും, വീടിനകത്ത് വല്യമ്മ ഉണ്ടാവും, വല്യപ്പ ഉണ്ടാവും. നോക്കാൻ വൈകിയാൽ എന്തേ വൈകി, എവിടെയായിരുന്നു, ആരുടെ കൂടിയായിരുന്നു, എന്താ വരാത്ത ഒക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ചതിക്കുഴികളിലേക്ക് മക്കൾ വഴുതി വീഴാൻ 100% അവസരമുള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ കുറച്ച് വിജിലന്റ് ആവേണ്ടത്. അവിടെ നമ്മളുടെ ചെറിയ ശ്രദ്ധ പോരാ, അതീവ ശ്രദ്ധ നമ്മൾ പുലർത്തണം. എന്നാൽ മക്കളെ വിശ്വസിച്ചുകൊണ്ട്, മക്കളെ സ്നേഹിച്ചുകൊണ്ട്, അവന്റെ പോക്കും വരവും, അവന്റെ ഊണിലും ഉറക്കത്തിലും, അവന്റെ സംസാരത്തിലും പഠനത്തിലുമുള്ള ഓരോ നിമിഷങ്ങളിലും മാറ്റങ്ങൾ അറിയുന്ന ഒരു വഴി മണ്ണിൽ പിറവിയെടുത്തിട്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ്. ഒരു മകന്റെ മകളുടെയും സകല മാറ്റങ്ങളുടെയും ചലനങ്ങളുടെയും ഗതി നിശ്ചയിക്കാൻ കഴിവുള്ള ഒരേ ഒരു യന്ത്രം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് അമ്മ എന്ന യന്ത്രമാണ്. അത് മറ്റാർക്കും അത് സവിശേഷതയില്ല. ഒരുപക്ഷെ ഉപ്പ എന്ന് പറയുന്ന ആ മനുഷ്യൻ പരുക്കനായി വീടിന്റെ മുൻപിൽ എപ്പോഴും തണൽ വിരിച്ച് തണലൊരുക്കി മക്കളുടെ ഭാവി ജീവിതത്തിനും മറ്റൊരുവന്റെ കയ്യിൽ കൊടുക്കുന്നത് വരെയും കുടുംബത്തിനുമൊക്കെയായി കുറച്ച് മുരടനായി, പരുക്കനായി, ഒരുപക്ഷെ ദേഷ്യക്കാരനായി, വാശിക്കാരനായി
ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലും തൊഴിലിടങ്ങളിലും യന്ത്രശാലകളിലും പാടത്തും പറമ്പത്തും കോൺക്രീറ്റ് മേഖലകളിലും എല്ലാം വേർപ്പ് കൊണ്ട് അപ്പം ചുട്ട് നൽകപ്പെടുന്നത് കുടുംബത്തിനാണ്. അവനാ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. ഒരുപക്ഷെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യും, പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോണ വഴിക്ക് ഒരു കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പെണ്ണും കൂടെ ഞാനിപ്പോൾ അഞ്ചത്തും കണ്ടതാണ്. ഒരു ബൈക്കിലുണ്ട് ഒരു പെണ്ണും ചെക്കനും വരുന്നുണ്ട്. ഓളെ മേത്തു കൂടെ കിടക്കണം ഇങ്ങനെ. ഓള് പുറകെ സീറ്റ് ഉണ്ടായിട്ട് ഓന്റെ തോളിൽ കൂടെ കിടന്നിട്ട് കയ്യെല്ലാം മുന്നിൽ ഇട്ടിട്ട് ഓലാണ് ഇങ്ങനെ ഓളിങ്ങനെ എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പോകും രണ്ടും കൂടെ. ഇനി അതൊരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ആയി കുറെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടു കാണും, നോക്കിയാ സോഡക്കുപ്പിടെ പുറത്ത് നാരങ്ങ ചോല തൊടുന്നല്ല ഭർത്താവ് എങ്ങനത്തെ ഇങ്ങനെ അല്ലേ, ദേത സാധനം പോലെ അറിയില്ല. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതെല്ലാം നിന്നു. മാനും തേനും മുത്ത് ചക്കര പഞ്ചാര ഒക്കെ നിന്നു. ചിലപ്പോ എന്നെ പോത്താവും അല്ലേ, എന്നെ പോത്തുകുട്ടിയാവും. ഉണ്ടാ വെച്ചിട്ട് പണിയൊക്കെ പോയാ അവിടുന്ന് ഇവിടെ 100 കൂട്ടം സ്വയലുണ്ട്. എന്റെ കിന്നാരം പറയാനപ്പോ എന്താർക്കും ഉണ്ടാകുന്നാലും അപ്പൊ വിളിക്കാൻ സമയമല്ല. ഇതെല്ലാം പറയും. ഇത് സ്നേഹമില്ലാത്തോണ്ടല്ല. കാര്യം എന്താ, കാലം എത്തിപ്പെട്ടത് ബന്ധമെന്ന കുടുംബ ബന്ധത്തിന്റെ ഒരു മതിൽക്കെട്ടിനകത്തേക്കാണ്. ആ മതിൽക്കെട്ടിനകത്ത് നീ സേഫ് ആണെന്നും പുള്ളി സേഫ് ആണെന്നും അതോടൊപ്പം തന്നെ നീ എത്രമാത്രം അതിനകത്ത് അധിഷ്ഠിതമാണെന്നും ആ വ്യക്തിക്ക് അറിയാം. അപ്പം പൊതുവെ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് മല്ലത്തരവും ഗുണ്ടായിസൊക്കെ കാണിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, ഭാര്യമാരെടുത്ത് അല്ലേ പൊതുവെ. അപ്പൊ അത് മുരളനായിട്ടും പരിക്കനായിട്ടും ഒക്കെ നിങ്ങളുടെ അടുത്ത് വരും പലപ്പോഴും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോണം കേട്ടോ, 10 ഭർത്താക്കന്മാരിൽ 3 പേര് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുക. ഹൃദയസ്തംഭനോ കാർഡിയോ അറസ്റ്റ് സൈലന്റ് അറ്റാക്ക് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുക. 10ൽ 3 പേര് 40 വയസ്സ് കഴിഞ്ഞ ഭർത്താക്കനോ പുരുഷന്മാർ. കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡ് വാക്സിനേഷൻ ആണെന്നൊക്കെ ശാസ്ത്രമല്ല മനുഷ്യൻ പറയുകയാണ്, ശാസ്ത്രം പ്രൂവ് ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കുക, കടുത്ത മാനസിക വൈകാരിക സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദത്തിൽപ്പെട്ട് ഭർത്താക്കന്മാര് മരിച്ചുകൊണ്ടിരിക്കുക. നാളെ അവരെ കാണാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ഒന്ന് സോറി പറയാമെന്ന് വിചാരിച്ചാൽ നടന്നൊന്നും വരില്ല. അതുകൊണ്ട് അവരുടെ ദേഷ്യങ്ങളൊക്കെ നാമമാത്രമായ നിമിഷങ്ങളാണ്. ഇന്ന് പല ചാറ്റിങ്ങുകളും പല ഗെറ്റ് ടുഗദറുകളും SLCയുടെ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടിക്ക് പറയാനുള്ളത്, പെണ്ണിന് മറ്റുള്ള സഹപാഠിയോട് പറയാനുള്ളത് മൊത്തം എടാ മൂപ്പര കാര്യമൊന്നും പറയണ്ടടാ, ഇതൊന്നുമില്ല, മൂപ്പര എപ്പം നോക്കിയാലും ഞൊടിഞ്ഞും കൊണ്ട് നിൽക്കും, മൂപ്പർക്ക് എന്തിരത്താലും മണിക്കൂറും ഫോണ്, കക്കൂസ് കറിയാലും ഫോണ്, എന്നോട് മുണ്ടലും ഇല്ല പറയലും ഇല്ല ഒന്നുമില്ല, തൊള്ള തുറന്നാലും എങ്ങനെ കള്ളല്ലാതെ പറയില്ല. പിന്നെ 2 കുട്ടികളൊക്കെ കയ്യിൽ എല്ലാം സഹിച്ചുകൊണ്ട് പോകുന്നില്ല എന്താ പറയാ. എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ആരോടാ പറയാ, ആരോടും പറയില്ല. ചില ഫ്രണ്ടുണ്ട് ഓളോട് പറയും അല്ലേ. അപ്പൊ ഇതൊരു കുടുംബജീവിതത്തിന്റെ വേറൊരു ഫ്രെയിമാണ്, സത്യത്തിൽ ഒരു ഫ്രെയിമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, കുടുംബ ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ആ പടവുകൾ ഇറങ്ങി വരണം. അവിടെ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഈ മഹാപ്രപഞ്ചത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇല്ലാതെ ഒരു നിമിഷം പോലും ഒരിടങ്ങളിൽ വസിക്കുന്നിടത്താണ് നിങ്ങളുടെ സകല സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ സ്വസ്ഥയും സമാധാനത്തിൽ നിൽക്കാൻ നിങ്ങളോട് ആരും ആവശ്യപ്പെടും. നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ആവശ്യപ്പെടും. പഴയ കാലത്തിലെ ഉമ്മമാര്, പുതിയ കാലത്തിലെ ഉമ്മമാര് നിങ്ങൾ ആവശ്യപ്പെടില്ല. കാര്യം എന്താ, നിങ്ങൾ പറയും ഉള്ള കഞ്ഞി കുടിച്ച് ഇങ്ങോട്ട് പോരും ഉമ്മാന്റെ കുട്ടി അവിടെ ആട്ടും തുപ്പും കണ്ണീർ കൊണ്ടിട്ട് ഓന്റെ കഞ്ചാവ് അടിച്ച് വന്നിട്ടുള്ള തെറിയ കേട്ടിട്ട് എന്റെ കുഞ്ഞ് അവിടെ കഴിയണ്ട പോരെ പറയുന്ന ആർജവുമുണ്ട്. പഴയ തലമുറ പറയില്ല, മോളെ 2-3 കുട്ടികളൊക്കെ ആയില്ലേ, നാട്ടുകാരെന്താ പറയാ, നമ്മൾ അങ്ങനത്തെ കുടുംബമല്ലേ, ഇത് പിടിച്ചു നിൽക്കുക, അവിടെ ഇങ്ങോട്ട് വരില്ലേ, നാട്ടുകാരെന്താ പറയാ, കുട്ടിയെ ഇട്ടറിഞ്ഞ് പോരല്ലേ, കുടുംബമായി പോയില്ലേ, 2 കുട്ടികളായില്ലേ. ആ പഴയ തലമുറ അങ്ങനെ പറയും അമ്മമാര്. കാര്യം എന്താ, അവർക്ക് സാമൂഹികപരമായിട്ട് ചില നഷ്ടങ്ങൾ മാനക്കേടുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തലമുറയുണ്ട്. ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ഉണ്ട്. പഴയത് മൊത്തം നല്ലതാണ്, പുതിയത് മോശമാണെന്ന് പറയുന്ന ഒരു ജനറേഷൻ, Z-Y ജനറേഷന്റെ കാലഘട്ടത്തിലുള്ള മാതാപിതാക്കൾ പറയുന്നത് അവരെ കുറ്റമല്ല, കാലഘട്ടത്തിൽ ജനിച്ചതിന്റെ കുറ്റമാണ് അല്ലേ. അത് കുറ്റം എന്ന് പറയാൻ പറ്റില്ല, നല്ല കാലമാണ് ആ കാലം. പക്ഷെ ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന സമാധാനം എവിടെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അവിടെ നിങ്ങൾ കൂടുതൽ കാലം വസിക്കാൻ പാടില്ല. ആ സമാധാനത്തിന്റെ ഇടങ്ങളിലേക്ക് നിങ്ങൾ മാറണം. പക്ഷെ ഇന്ന് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രക്രിയ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആധുനിക നവമാധ്യമ കാലഘട്ടമാണ് സമൂഹത്തെ മുൻപോട്ട് നയിക്കപ്പെടുന്നത്. ഈ ആധുനിക നവമാധ്യമ സൈബർ കാലഘട്ടം അത് വലിയ പ്രത്യേകത ഉണ്ട് ഇതിനകത്ത്. കാരണം എന്താ വെച്ചാൽ
ഈ പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. ഈ അടുത്തിടയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് 1,07,00,000 അധ്യാപകരുണ്ട്. സ്റ്റാറ്റസ് അനുസരിച്ച്, അതായത് ഇന്ത്യ രാജ്യത്തുള്ള 30 കുട്ടിക്ക് ഒരു അധ്യാപകരുണ്ട് എന്ന് ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്ക് പറയുകയാണ്. അപ്പം 30 കുട്ടിക്ക് ഒരു അധ്യാപകൻ. ഈ ലോകത്ത് 198 രാജ്യമുണ്ട്. ഏറ്റവും ചെറിയ വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം തുടങ്ങി ഏറ്റവും വലിയ റഷ്യ വരെ പരന്നു കിടക്കുന്ന 198 രാജ്യത്ത് 745 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ 745 കോടി ജനങ്ങൾ ജീവിക്കുന്ന 198 രാജ്യത്ത് 1550 പരം ഡിവൈസുകൾ ആക്റ്റീവാണ്. അതായത് 1500 പരം ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ആക്റ്റീവാണ്. ഒരു വ്യക്തിക്ക് 2 മൊബൈൽ ഫോൺ, 30 കുട്ടിക്ക് ഒരു ടീച്ചർ. അപ്പൊ കുട്ടിയുടെ ഗുരു ആരാ? 30 കുട്ടിക്ക് ഒരു അധ്യാപകൻ, ഒരു കുട്ടിക്ക് 2 മൊബൈൽ ഫോൺ. അപ്പൊ ശരിക്കും കുട്ടിയുടെ ഗുരു ആരാ? ശരിക്കും മൊബൈൽ ഫോണിലേക്കല്ലേ, ഈ യന്ത്രത്തിലേക്ക് സാമൂഹ്യ വ്യവസ്ഥിതി മാറിപ്പോയിട്ടുണ്ട്. ആ മാറിപ്പോയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണെന്ന് പറയുന്ന ഒരു ചിന്തയാണ് കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞത്. ആ പഴയ ആൾക്കാർ പറയും ഞങ്ങളൊക്കെ തിന്നത് ചക്ക, മാങ്ങ, ചേമ്പ്, ചേന, എന്താ ഞങ്ങളെ മുടുക്ക്, ഞങ്ങളെ ബുദ്ധി, ഞങ്ങളെ പഴയ തലമുറ. ഇന്നത്തെ കുട്ടികൾ ചിക്കൻ ബ്രോസ്റ്റ്, അൽഫാമ, മന്തി, ഇല്ലേ, ഇതൊക്കെ അടിച്ചു വിടുന്നത്. ഈ ചെക്കന്മാരെ ഡ്രസ്സ് കണ്ടില്ലേ, മുടി കണ്ടില്ലേ, കോലം കണ്ടില്ലേ, ഓന്റെ പാന്റ് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ പറയും. കാര്യം എന്താ? അത് ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല. ഈ കാലഘട്ടത്തിനകത്ത് നിങ്ങളുടെ മക്കൾ ജീവിച്ചതിന്റെ ഫലമായിട്ട് കാലഘട്ടം അവനെ ഈ കാലഘട്ടത്തിന്റെ രീതിയിലേക്ക് അവനെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന എന്റെ അമ്മ മേരിക്കുട്ടിയുടെ വയറ്റിക്കിട സമയത്ത്, മേരിക്കുട്ടി എന്ന് പറയുന്ന എന്റെ അമ്മ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ട്രെയിൻ കണ്ടിട്ടില്ല, വിമാനം കണ്ടിട്ടില്ല, വിമാനത്താവളത്തിൽ പോയിട്ടില്ല, കപ്പലിൽ കയറിയിട്ടില്ല, ബോട്ടിൽ കയറിയിട്ടില്ല, ഒരു ഗെറ്റ് ടുഗദർ പോയിട്ടില്ല, ഒരു കൺവെൻഷന് പോയിട്ടില്ല, ആഘോഷങ്ങൾക്ക് പോയിട്ടില്ല, സിനിമാ തിയേറ്ററിൽ പോയിട്ടില്ല, ഒന്നും എന്റെ അമ്മ ആഘോഷിച്ചിട്ടില്ല. കഴുത്തിൽ മാലയില്ല, കാതിൽ കമ്മലില്ല, നല്ല വസ്ത്രങ്ങളില്ല, ആർഭാടങ്ങളില്ല, ഒന്നും അമ്മയ്ക്കില്ല. ആ അമ്മയുടെ ഉദരത്തിലാണ് ഞാൻ ഉരുവാകുന്നത്. ഫിലിപ്പെന്ന് ഞാൻ ഉരുവായി. അങ്ങനെ ഞാൻ ഉരുവായി 6 മാസം കണ്ട് കഴിഞ്ഞപ്പോ അമ്മയുടെ ഉദരത്തിലുള്ളത് തന്നെ എനിക്ക് കേൾക്കാനും ചിന്തിക്കാനും കഴിയുമെന്ന് ശാസ്ത്രം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടു അറിഞ്ഞു. അമ്മയ്ക്ക് സന്തോഷങ്ങൾ കിട്ടിയിട്ടില്ല, അമ്മ നല്ല യാത്രകൾ ചെയ്തിട്ടില്ല, അമ്മയുടെ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും ഒന്നും എന്നിലേക്ക് സ്വാംശീകരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പിറവിക്ക് ശേഷവും എനിക്ക് ടെക്നോളജിയോട് അത്ര സ്വായത്തമില്ല. പക്ഷെ എന്റെ മകൻ അഭിനയിച്ചപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹം PG സെക്കൻഡ് ഇയർ ആണ്. അദ്ദേഹം ഇപ്പോ എന്റെ മകന് പ്രസവിച്ച് അവന് ജനിച്ച് 2, 3, 4 വർഷം കഴിഞ്ഞപ്പോൾ മുട്ടിലെഴുന്ന സമയത്ത് തന്നെ അവൻ മൊബൈൽ ഫോണിന്റെ ലോക്കൊക്കെ തുറക്കും. അതിന്റെ സാങ്കേതിക മുഴുവൻ എന്റെ മകനറിയും, നിങ്ങൾ മക്കൾക്കറിയും. പക്ഷെ എന്റെ അമ്മ മേരിക്കുട്ടി നന്നായിട്ട് അച്ചാറിടും. ഏറ്റവും നല്ല വെളുത്തുള്ളി അച്ചാറിടുന്നത് എന്റെ അമ്മയാണ്. ഏറ്റവും നല്ല കണ്ണിമാങ്ങ അച്ചാർ എന്റെ അമ്മയിടും. ആ കണ്ണിമാങ്ങ 3 വർഷം ഇരുന്നാലും ആ മാങ്ങ അലുക്കോ പൂക്കത്തൊന്നുമില്ല. അമ്മ ഇടുന്ന മീൻ കറി എന്ന് പറഞ്ഞാല് 2ാമത്തെ ദിവസം ആ മീൻ ചട്ടിക്കകത്ത് സ്പൂൺ ഇടാൻ സംഭവിക്കുള്ളൂ. തുടച്ചിട്ട് ചൂടാക്കിയിട്ട് ആ സ്പൂൺ ഇടുക. കൊടപ്പുളിയൊക്കെ ഇട്ടിച്ച് നല്ല ബ്രൗൺ കളർ ഉണ്ടാവും. അതേപോലെ ഞാൻ എപ്പോഴും പറയും, അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയിൽ ആർക്കുമല്ല. അംജിത്തും പറയാറുണ്ട് അമ്മന്റെ മീൻകറി ബീഫ് എന്നൊക്കെ പറയും. പക്ഷെ അമ്മയ്ക്കയുടെ കയ്യിൽ ഇപ്പോഴും എന്റെ മൊബൈൽ ഫോൺ എടുത്ത് 74 വയസ്സുള്ള എന്റെ അമ്മയ്ക്ക് തൊടാൻ പറ്റും അറിയില്ല. കാരണം ടെക്നോളജി അപ്ഡേറ്റ് അല്ല അമ്മ. പക്ഷെ വീടിലെ തൊട്ടപ്പുറത്ത് പ്രവീണിന്റെ കുട്ടിയുണ്ട്. അവിടെ 2ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അതിനെല്ലാം റീൽസ് ഒക്കെ അറിയാം. ഓഫാക്കാൻ പറയും, എന്നാന്ന് പറഞ്ഞു ഫോൺ വെച്ചിട്ട് പോകും. എങ്ങനെയാ? 74 വയസ്സിന്റെ ജീവിത അനുഭവവും എക്സ്പീരിയൻസും പ്രാർത്ഥനയും ത്യാഗങ്ങളും സഹനങ്ങളും നയിച്ച് 2 മക്കൾക്ക് ജന്മം കൊടുത്ത എന്റെ അമ്മയ്ക്ക് ടെക്നോളജി ബേസ്ഡ് അല്ല, പക്ഷേ ജീവിത അനുഭവം ഉണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലെ തലമുറ എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ആണ്. നിങ്ങളുടെ ഉദരങ്ങളിൽ തന്നെ അറിവ് സ്വാംശീകരിച്ച തലമുറയാണ്. അപ്പൊ അവരോട് പെരുമാറുമ്പോ പഴയ കാലത്തുള്ള ത്യാഗങ്ങളും ഇല്ലായ്മകളും ഒന്നും പറഞ്ഞാൽ ഈ കാലഘട്ട തലമുറ കേൾക്കൂല. നിങ്ങൾ വെറും അന്ധകാലം. അപ്പൊ നമ്മൾ ന്യൂജൻ എന്നൊക്കെ പറയും. ന്യൂജനൊന്നുമില്ല, എല്ലാ ഓൾ ജനറേഷൻസ് ആണ് അല്ലെ. ചിലർക്ക് ന്യൂജനെ കുറ്റം പറയും. ഇപ്പത്തെ കുട്ടികളുടെ തലമുറകൾ മോശമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാ തലമുറകളും ഓൾ ജനറേഷൻ നല്ല കുട്ടികളാണ്. ഇപ്പൊ ഞാൻ പഠിച്ചപ്പോൾ മമ്പാട് ഹൈസ്കൂളിനകത്ത് 8% വിജയശതമാനം. നിങ്ങളെല്ലാം പഠിച്ച സ്കൂളിനകത്ത് നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സ്കൂളിൽ പോയിട്ട് വിജയശതമാനം നോക്കിയത് എത്രയാണ്? അപ്പൊ അറിയാം.
ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിനകത്ത് 100% വിജയശതമാനമാണ്. ഈ അൽഫാമയും മന്തിയും തന്തൂരി കഴിക്കുന്ന കുട്ടികൾ പഠിച്ച ഇപ്പത്തെ എന്റെ സ്കൂള് കഴിഞ്ഞ 4 വർഷമായിട്ട് പമ്പാട് ഹൈസ്കൂൾ 100% വിജയശതമാനമാണ്. ആ കുട്ടികൾ പൊട്ടന്മാരായിട്ടൊന്നും അല്ലല്ലോ, നല്ല കഴിവുണ്ട്. പക്ഷെ കഴിവിനെ എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ മക്കള്, പിടിച്ചു വാങ്ങാൻ പോകണ്ട. പക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോ കേട്ടോണം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ ടൈം വേണം. ഏത് തരത്തിലുള്ള റീൽസ് ആണ് കാണുന്നത്, ഏത് സിനിമയാണ് കാണുന്നത്, ഹൊറർ ആണോ, ആക്ഷൻ ആണോ, മൂവി ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവലിംഗ് ആണോ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ആണോ, ഇൻവെൻഷൻ ആണോ, അതൊക്കെ അറിയാൻ നമുക്ക് കഴിവുണ്ടാവണം. അവൻ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്ന രീതികൾ എന്താണ്, ആരാണ്, മുതിർന്നവരാണോ കൂട്ടുകാർ, ചെറിയവരാണോ കൂട്ടുകാർ, അവൻ ഏതെങ്കിലും സൈറ്റുകൾ ഓപ്പൺ ആക്കുന്നത് ഏതൊരു സൈറ്റാണ് ഓപ്പൺ ആക്കുന്നതെന്ന് അറിയാനുള്ള ഒരു നോളജ്, ഒരു പരിജ്ഞാനം നമുക്ക് ഉണ്ടാവണം. അല്ലേ? ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയ, ഇതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ മൊബൈൽ ഫോൺ ഓൺ ആക്കുമൊന്നും വേണ്ട. അവന്റെ മൊബൈൽ ഫോൺ വെറുതെ എടുത്തിട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതി, മൊബൈൽ ഫോൺ ഓൺ ആവും. അതിന്റെ ഏറ്റവും മുകളിൽ അതിനകത്ത് വരുന്ന, നമുക്കറിയാം, അതിന്റെ മുകളിൽ വരുന്ന നമുക്ക് നോട്ടിഫിക്കേഷൻ വെച്ചാൽ മതി. നോട്ടിഫിക്കേഷൻസ്, ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അവന്റെ സ്വഭാവം ഉണ്ട് അതിനകത്ത്. നിങ്ങൾ എല്ലാവരും മൊബൈൽ പെണ്ണെടുത്ത് തന്നാൽ നിങ്ങളുടെ സ്വഭാവം എന്താ, നിങ്ങളുടെ മൊബൈലിന്റെ മുകളിൽ ഉണ്ടാവും. അത് തുറക്കണ്ട, വെറുതെ തൊട്ടാൽ മതി. നോട്ടിഫിക്കേഷൻ മുകളിൽ ഒന്നിങ്ങനെ കിടക്കും. അതിന്റെ മുകളിൽ ഏതൊക്കെ ലിങ്കുകളെല്ലാം മുകളിൽ വന്ന് കിടക്കും. ഒരാൾ കൂടുതൽ സെക്സ് വീഡിയോകളിലാണ് രാത്രി കാണുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അതുമായി റിലേറ്റഡ് ആയിരിക്കും ഏറ്റവും വരിക. ഒരു വ്യക്തി ഏറ്റവും പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതാണ്, അതുമായി റിലേറ്റഡ് ആയിട്ട് വരും. മറ്റേതെല്ലാം ഡിസൈഡ് ചെയ്യുന്നുണ്ട്, അതിലെല്ലാം ഇന്റർണൽ സെർവറുകൾ ഇതിലെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. മൊബൈൽ ഫോൺ വെറുതെ റേഞ്ചിൽ ഓണായിരുന്നാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു കൂട്ടുകാരിയോട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് പറഞ്ഞു നോക്കേടി, എനിക്ക് ആ ഓർഗൻ വാങ്ങണമെന്ന് വലിയ താല്പര്യമുണ്ട്, ഗിറ്റാർ വാങ്ങണമെന്ന് വലിയ താല്പര്യമുണ്ട്, എനിക്ക് ഗിറ്റാറിനൊക്കെ എന്താവില്ലേ വില, വെറുതെ ചോദിച്ചു നോക്കിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നേരെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിക്കുക, നിങ്ങൾക്ക് ഗിറ്റാറിന്റെ പരസ്യമായിരിക്കും ഫുള്ള് തരിക. നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് എല്ലാം തരിക. അത്രമേൽ അതിന്റെ സെർവർ നിങ്ങളുടെ സംസാരത്തിനെയും പദസമ്പത്തുകളെയും ഒബ്സർവേഷൻ നടത്തുന്നത് എന്ന് സാരം. കാരണം നമ്മൾ ജീവിക്കണം, അങ്ങനെ ഒരു ലോകത്തിൽ ജീവിക്കണം. അപ്പൊ ഇതെല്ലാം നമുക്കൊരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഒരു കുഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഒരു കുഞ്ഞിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. മോനെ, നീ ആ ക്യാമറ എടുത്ത് നല്ല വീഡിയോ ചെയ്യുക, ഇല്ലെങ്കിൽ വയോജന ദിനം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ പരിസ്ഥിതി ദിനം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ശിശുദിനം വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആന്റി ഡ്രഗ് ഡേ വരാൻ പോകുന്നു, വേൾഡ് ആന്റി ഡ്രഗ് ഡേ വരുന്നുണ്ട്. കുഞ്ഞൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റുമോ? ചാജിബിയോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞ് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവനൊരു വീഡിയോ ചെയ്യണം, അവൻ്റെ പദസമ്പത്തിനനുസരിച്ച് കുറച്ച് വരികൾ പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊരു അമ്മ വീട്ടിൽ നിന്ന് ചാജിബിയോട് ചോദിച്ചാൽ ചാജിബിറ്റി പറഞ്ഞൊരു നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങളുടെ കുഞ്ഞിനെ ഈ ലോകവിരുദ്ധ ദിനത്തിൻ്റെ അന്ന് സംസാരിക്കാനുള്ള ഒരു കുഞ്ഞു പ്രസംഗം ഞാൻ തയ്യാറാക്കി തരാം. 10 വട്ടം നിങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിച്ചു, 11ാമത്തെ വട്ടം നിങ്ങൾ അതൊന്ന് വീഡിയോ ചെയ്തു, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലോ ഒന്ന് ഇട്ട് നോക്കിക്കേ. അവന് കിട്ടുന്ന കയ്യടികളൊക്കെ ലൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. അടുത്ത വീഡിയോ ഒന്നും കൂടെ അവൻ ചെയ്യും. അങ്ങനെ 1-2 വീഡിയോ ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന അംഗീകാരങ്ങൾ ഭാവിയിൽ ഒരുപക്ഷെ മകനെ ഈ നാടറിയുന്ന, രാജ്യമറിയുന്ന ഒരു ആന്റി ഡ്രഗ് ഒരു കൺവെൻഷൻ നടത്താൻ പ്രാപ്തിയുള്ള ഒരു വലിയ ട്രെയിനറെ അവൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ. പിന്നെ അവന് മൊബൈൽ ഫോണിനകത്ത് അനാവശ്യമായിട്ടിരിക്കാൻ സമയമില്ല, അവന്റെ റീൽസ് അവൻ നോക്കിയിരിക്കാൻ സമയമില്ല. അവന്റെ അവന്റെ കണ്ടന്റ് ക്രിയേഷൻ നടത്താനുള്ള ഒരു വലിയൊരു ബിലീവ് മൈൻഡ് അവനിൽ ഇങ്ങനെ ഉണ്ടാകും. അതനുസരിച്ച് കണ്ടന്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും മക്കൾക്ക്. നമ്മൾ വലിയ കാര്യങ്ങളും നമ്മൾ പഠിക്കൊന്നും വേണ്ട. പക്ഷെ പലപ്പോഴും മക്കൾ മൊബൈൽ ഫോൺ, നിങ്ങൾ അടുക്കളയിൽ നിന്ന് നിങ്ങൾ മുറിക്കാൻ തൊട്ടുമ്പോൾ മോള് ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള കഴിവ് മക്കൾക്കുണ്ട്, അല്ലേ? നിങ്ങൾ വീണ്ടും അടുക്കളയിൽ പോകുമ്പോൾ വീണ്ടും നിങ്ങൾ വരുമ്പോഴത്തേനും ഇൻസ്റ്റാൾ ചെയ്യും, പോകുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യും. അതിനിടയിൽ മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്യും. ഒന്നും നമ്മൾ അറിയണില്ല. കാരണം ഇന്ന് എല്ലാ വീടിനകത്ത് വൈഫൈ എല്ലാം ഉണ്ട്, വീടിന് അപ്സ്റ്റെയറിലൊക്കെ മുറികളുണ്ട്, വീട് നല്ല കൊളുത്ത് നല്ല കുറ്റിയൊക്കെ ഉണ്ട്. അത് ആ ടവർ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ നല്ല വൈഫൈ ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞ് മുറിയിൽ പോകും, പിന്നെയും മൊബൈൽ എടുക്കും, തോണ്ടും. ഈ ലോകം അങ്ങോട്ട് തുറക്കുമ്പോൾ ലോകം എന്താ കാണുന്നത്, എന്താ എല്ലാം ഈ വിരൽത്തുമ്പിൽ അങ്ങോട്ട് വരികയാണ്. ഒരു 16 വയസ്സുകാരിയുടെ ചിന്തകളിൽ വരുന്നത് ലോകത്തിന്റെ ഹായ് ഹോയ് മുട്ടേ ചക്കരെ മാനെ തേനെ പ്രലോഭനമെല്ലാം കടന്നു വരും. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൾ കാണുന്നത് ആരെയാ? ദുൽഖർ സൽമാനൊക്കെ കാണുക, ഋതിക് റോഷനൊക്കെ ആയിരിക്കും അവൾ കാണുക. ഫിൽറ്ററിന്റെ മുഖമൊക്കെ നേരിട്ട് കണ്ട ദൃഷ്ടിക്കുന്ന ദോഷം വരും, അങ്ങനത്തെ സാധനമൊക്കെയാണ്, അല്ലേ? നിങ്ങൾ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുക, എല്ലാം എനിക്ക് അയച്ചു തരും. ആദ്യ സ്കൂളിലെ അധ്യാപകർ 2-3 ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ എല്ലാ ഫോട്ടോ എടുത്തിട്ട് DP ഇടത്തൊന്നുമില്ല. ഇല്ല, ഞാൻ എൻ്റെ റീൽസ് വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, സ്റ്റോറി വെക്കുമ്പോൾ ആ തന്ന 10 ഫോട്ടോയിൽ ഏറ്റവും നല്ല ഫോട്ടോ ഞാൻ കുറച്ച് ഫിൽറ്ററൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇടുക. അതായിരിക്കും നിങ്ങൾ കാണുക, അല്ലേ? അപ്പൊ നമ്മൾ കാണുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല. ഈ കാലം എന്ന് പറയുന്നത് വെർച്വലായിട്ട് ഈ കാലഘട്ടം മുഴുവനും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മൊയല കഴിഞ്ഞ ആഴ്ചയിൽ ആടിനെ തിന്ന ഒരു മൊയൽ ആടിനെ മെഴുകുന്നു, ഒരു പോത്ത് സിംഹത്തിനാലും ആനയെ കുത്തി നിലത്തിടുന്നു, കുരങ്ങ് ആടിനെ എടുത്ത് തോളിലിട്ട് മരത്തെ കയറി പോകുന്നു കുരങ്ങ്. അപ്പൊ ഇത് സത്യമാണോ?
അതോ അസത്യമാണോ തിരിച്ചറിയാൻ പറ്റാത്തതിൽ വെർച്വൽ വിഷൻസിനെ നമ്മുടെ മുമ്പിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽസിന്റെ ഒരു അതിപ്രസന്ന കാലത്തിൽ തെറ്റേത് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. നമ്മുടെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ രൂപങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഫോട്ടോസ് മുഴുവൻ വെർഷൻ മാറ്റാൻ പറ്റുന്നു, നമ്മുടെ ലൊക്കേഷൻസ് മുഴുവൻ നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്നതൊന്നും നമ്മുടെ കയ്യിൽ സുരക്ഷിതമല്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങളൊക്കെ നോക്കണം. ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അറിയുന്ന ഇമെയിൽ ഐ ഡി ആണോ നിങ്ങൾ നോക്കണം. 99% ഫാമിലിക്കകത്തുള്ള പ്രശ്നങ്ങൾക്ക് പലതും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള പലർക്കും, പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഭർത്താവ് ഇമെയിൽ അതിനകത്തേക്ക് സെറ്റ് ചെയ്തിട്ട് ഇമെയിൽ കൊടുക്കുമ്പോൾ ഫോൺ കൊടുക്കും ഭാര്യയുടെ കയ്യിൽ. ഭാര്യ ഇവിടുന്ന് കുത്തി എല്ലാവർക്കും വിളിക്കും. അറിയാതെ ചിലപ്പോൾ ലോൺ പെട്ടുപോയി അതെല്ലാം ഭർത്താവിനോട് ലിസ്റ്റ് എടുക്കാൻ പറ്റും. ഇമെയിൽ ഐ ഡി അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും, അദ്ദേഹത്തിന് ആക്സസ് അദ്ദേഹത്തിന് കിട്ടും. 99% അത് വെച്ചിട്ടാണ് പിന്നെ കുത്തും തോട്ടലും പിടിക്കലും മറിക്കലും ഒക്കെ നടക്കുന്നതൊക്കെ. അപ്പോഴും ഒരുപക്ഷെ അറിയാത്ത പലരും ഉണ്ടാവാം ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ഈ ഡിവൈസിനകത്ത് സുരക്ഷിതമല്ല, ഒന്നും സുരക്ഷിതമല്ല. ഒരു 4000 രൂപയ്ക്ക് .com എന്ന് പറയുന്ന ഒരു സൈറ്റ് അപ്ലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വരെ 15 വർഷമായിട്ട് ചാറ്റ് ചെയ്ത് മൊത്തം വേണമെങ്കിൽ ഒരു ഭർത്താവിന് തിരിച്ചെടുക്കാൻ പറ്റും. മൊബൈൽ ഫോണിനകത്ത് ഒരു ഭാര്യയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റും. 4000 മുടക്കി കഴിഞ്ഞാൽ ഭർത്താവ് എന്തെല്ലാം ചാറ്റ് ചെയ്ത് എന്തെല്ലാം ഡിലീറ്റ് മൊത്തം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ 4000 രൂപയ്ക്ക് നമ്മുടെ ജീവിതം വഴി മാറ്റാൻ പറ്റുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു സൊല്യൂഷൻ തരുന്നില്ല എന്ന് മെറ്റ പറയുന്നുണ്ട്. ഇപ്പോ മെറ്റ പറയാണ് 18 ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കണമെങ്കിൽ എളുപ്പമാണ്. അല്ല നമ്മളെല്ലാം ചെയ്ത് മറ്റെല്ലാം ഓക്കെ ആക്കി, നമ്മൾ മൊബൈൽ നമ്പറെല്ലാം കൊടുത്ത് OTP ഒക്കെ വന്ന് ഓക്കെ ആയി അക്കൗണ്ട് കിട്ടി. പക്ഷെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നതിനകത്ത് എന്താ പറയുന്നത്? എന്താ ലാസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നു, എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ഡാറ്റാസും ഫോട്ടോസും ഡോക്യുമെന്റുകളും ഫയലുകളും ഒന്നും ഞങ്ങളുടെ സെർവറുകളിൽ സുരക്ഷിതമല്ല. ഏത് നിമിഷം വേണമെങ്കിലും മറ്റൊരാൾക്ക് നിങ്ങളുടെ സകലതും എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമ്മതമാണോ? അത് നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ എഗ്രി കൊടുക്കുക. നമ്മളെല്ലാം എഗ്രി കൊടുത്തിട്ട് നമ്മളെ മേലെ അക്കൗണ്ട് നമ്മൾ എടുക്കണേ ഇല്ലേ? ഇന്ന് 99% പേര് നമ്മളെ വീട്ടിൽ കഴിയുന്ന സ്ത്രീകളെ പാനിക്കാക്കുന്ന ചാരന്മാർ, ഇതുപോലെ സൈബർ ഫ്രോഡുകൾ ചുറ്റിനും ഇരുന്നിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഹൈദരാബാദ്, കൽക്കട്ട, മുംബൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള മിടുക്കന്മാരായ, ഞാൻ പറയുന്ന അവന്മാർ മിടുക്കന്മാരാണ് അവന്മാർക്ക് അവാർഡ് കൊടുക്കേണ്ടത്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത് 1,70,00,000 രൂപ പെരുന്തമണയിൽ നിന്ന് കൊണ്ടുപോയത്. സ്വന്തം അനിയന് കൊടുക്കൂല, 5 ലക്ഷം രൂപ കടം കൊടുക്കൂല. എന്നിട്ട് ഹൈദരാബാദ് കിടക്കുന്ന ഒരുത്തിന് 1,70,00,000 കൊടുത്തിരിക്കുന്ന ഒരാൾ ഒറ്റ ആഴ്ചയുടെ പൈസ കൊണ്ടേ അവൻ മിടുക്കനല്ല അവന്റെ പേര്. ആ മിടുക്കനെ കൊണ്ട്